ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവുമാകുന്ന നമ്മുടെ യേശു ക്രിസ്തു ജീവിക്കുന്നു. ജീസസ് ക്രൈസ്റ്റ് ഈസ് അലൈവ്. ഈ കൺവെൻഷന്റെ സമാപന രാത്രിയിലും കടന്നു വന്നിരിക്കുന്ന ബഹുമാനരാകുന്ന നിങ്ങളെല്ലാവരോടുമുള്ള സ്നേഹവും ബഹുമാനവും ഞാൻ ഈ പ്രാരംഭ നിമിഷങ്ങളിൽ അറിയിക്കുന്നു. വിശേഷാൽ എല്ലാ കർത്തൃദാസന്മാരെയും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഈ യോഗങ്ങളിൽ നിങ്ങളുടെ നടുവിൽ കടന്നു വരുവാനും ശുശ്രൂഷിക്കുവാനും ലഭ്യമായ അവസരം ഞാനൊരു വലിയ പദവിയായി കരുതുന്നു. കഴിഞ്ഞ 2 ദിവസക്കാലവും കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് ഹൃദ്യമായി ഇടപെട്ടു. ഈ 3-ാം രാത്രിയിലും ദൈവവചനവുമായി നിൽക്കുവാൻ അവസരം ലഭ്യമായത് കർത്താവിനാൽ ലഭിച്ച ഒരു പദവിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ഈ ശുശ്രൂഷകൾക്ക് ക്ഷണിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജക്സി മാത്യു അവറുകളോടും മാറാനാഥ ഫുൾ ഗോസ്പൽ ചേർച്ചിനോടുമുള്ള ഇതിൻ്റെ എല്ലാ ലീഡേഴ്സിനോടും ഉള്ള സ്നേഹവും ബഹുമാനവും നന്ദിയും ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും വരുന്ന ദിവസങ്ങളിൽ ഈ ശുശ്രൂഷകളെ വിശാലമാക്കുകയും അനേകം രാജ്യങ്ങളിലേക്ക് ഇതിനെ പടർത്തി പന്തലിപ്പിച്ച് വർദ്ധിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് അത് ചെയ്യുവാൻ വിശ്വസ്തനാകും. വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ 3-ാമത് രാത്രികാലവും നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുവാൻ പോകുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നാം എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എത്ര പേർ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്? ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന സന്ദർഭത്തിൽ അതിനോട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ അത് മുഖാന്തരം നിങ്ങളുടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ആ ദൈവശക്തി നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും, എക്സ്പീരിയൻസ് ചെയ്യുവാൻ കഴിയും. അതിന് ഈ പ്രാരംഭ നിമിഷങ്ങൾ നിങ്ങൾ ചില നിമിഷങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ കണ്ടെത്തുന്നത്, നാം ഒരുമിച്ചതിനു വേണ്ടി ചില നിമിഷങ്ങൾ മാറ്റിവെക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ ചില നിമിഷങ്ങൾ കൂടെ നിങ്ങളെല്ലാവരും അധരം തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കുവാനും ദൈവസാന്നിധ്യം അനുഭവിക്കുവാനും വേണ്ടി നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നിന്നാണ് നാം ഈ ശുശ്രൂഷകൾ ആരംഭിച്ചത്. 1 Thessalonians chapter 5 and verse 23 നിന്നാണ് ഈ ശുശ്രൂഷകൾ നമ്മൾ ആരംഭിച്ചത്. അതിൻ്റെ ആമുഖ ഭാഗം ആരംഭ ദിവസം ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു. ഇന്നലെ ആന്തരിക മുറിവുകളുണ്ടോ എന്നതിൻ്റെ അടയാളങ്ങളിൽ പ്രധാനപ്പെട്ട ചില അടയാളങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനിടയായി. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ആന്തരിക മുറിവുകൾ എന്തുകൊണ്ടുണ്ടാകുന്നു. അത് ബാല്യകാലം മുതലുള്ള ചില സംഭവങ്ങൾ അതിൻ്റെ പിന്നിൽ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. ആന്തരിക മുറിവുകൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ള അതിൻ്റെ കോസസാണ് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. കോസസും അതോടൊന്നിച്ച് തന്നെ ആന്തരിക മുറിവുകളിൽ നിന്നുള്ള വിടുതൽ എന്നുള്ള സമാപന ഭാഗവും കൂടെ ചേർത്ത് വെച്ച് ആ ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. സമയത്തിൻ്റെ പരിമിതികൾ നമ്മുടെ മുൻപിലുണ്ട്. അതനുസരിച്ച് ഈ രാത്രിയിൽ എനിക്കത് പൂർത്തീകരിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നാളെ ഷാർജയിൽ നടക്കുന്ന യോഗത്തിൽ അത് തുടരുന്നതായിരിക്കും. അല്ലായെങ്കിൽ ഇന്ന് രാത്രിയിൽ തന്നെ തീർത്തതിന് ശേഷമായിട്ട് ഷാർജയിൽ നടക്കുന്ന യോഗത്തിൽ ഒരു പകർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയാക്കി നാളത്തെ ശുശ്രൂഷയെ ആ നിലയിൽ അതിനോട് സമീപിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ആന്തരിക മുറിവുകൾ എന്തുകൊണ്ട് മനസ്സിൻ്റെ അവസ്ഥ ഇങ്ങനെയായി പോകുന്നു. ചിലരുടെ മനസ്സിന് അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് എന്തുകൊണ്ട് ലഭിക്കുന്നില്ല. അതിന് 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുന്നത്. 1-ാമത്തെ കാരണം ലഭിക്കാതെ പോയ സ്നേഹം, ലവ് നോട്ട് റിസീവ്ഡ്, ലഭിക്കാതെ പോയ സ്നേഹം അല്ലെങ്കിൽ ലവ് ഡെഫിസിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 2-ാമത്തെ കാരണം പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ, അൺഫുൾഫിൽഡ് ഡിസയേഴ്സ്. 3-ാമത്തെ കാരണം റിജക്ഷൻ, തിരസ്കരണം. 4-ാമത്തെ കാരണം ഷോക്കിംഗ് ഇൻസിഡൻസ്, ഞെട്ടിപ്പിച്ച ഭയപ്പെടുത്തിയ സംഭവങ്ങൾ. ഈ 4 കാരണങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. 1-ാമതായിട്ട് ലഭിക്കാതെ പോയ സ്നേഹം. എന്തുകൊണ്ട് പലരിലും ആന്തരികമാകുന്ന പ്രശ്നങ്ങൾ അവർ സാധാരണമായി നേരിടുന്നു. മറ്റുള്ളവരെക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ അവരെന്തുകൊണ്ട് നേരിടുന്നു? ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് സ്നേഹം ലഭിക്കേണ്ടിയിരുന്ന സന്ദർഭത്തിൽ അവർക്ക് സ്നേഹം ലഭിക്കാതെ പോയി. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം
അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ തന്നെ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ദൈവം സ്നേഹം തന്നെ. 1 John chapter 4 and verse 8 ഇങ്ങനെ പറയുന്നു, ദൈവം സ്നേഹം തന്നെ. God is love. ദൈവം സ്നേഹം തന്നെ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം സ്നേഹമാകുന്നതിനാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയാകുന്ന മനുഷ്യനും സ്നേഹത്തിനു വേണ്ടി, സ്നേഹത്തോടടുത്തു വരുവാൻ വേണ്ടിയുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് അവൻ്റെ ഉള്ളിൽ തന്നെ, ഒരു ജന്മനാ ഉള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. ആ സ്നേഹം പലപ്പോഴും ലഭിക്കാതെ പോകുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ശൂന്യത മുഖാന്തരമായി അതിന് കിട്ടേണ്ട, മനസ്സിന് കിട്ടേണ്ട ഫോമേറ്റീവ് ഇയേഴ്സിൽ തന്നെ ലഭിക്കാതെ പോകുന്ന സ്നേഹത്തിൻ്റെ അതിൻ്റെ പരിണിത ഫലമായിട്ട് ഷെയ്പ്പ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മനസ്സായി പലരുടെയും മനസ്സ് തീരുന്നു. ഒരു കുഞ്ഞ് ഉദരത്തിൽ ഉരുവാകുന്ന ആ 1-ാം ദിവസം മുതൽ തന്നെ അമ്മയുടെ സ്നേഹം ആവശ്യമാണ്. കുഞ്ഞ് ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ പ്രതികരണങ്ങൾ കുഞ്ഞിന് സ്വീകരിക്കുവാൻ കഴിയും. അപ്പൻ്റെ പ്രതികരണങ്ങൾ കുഞ്ഞിന് സ്വീകരിക്കുവാൻ കഴിയും. ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന പ്രതികരണം, അതിലുണ്ടാകുന്ന ആ സാഹചര്യങ്ങൾ, അതിനോട് കുഞ്ഞിന് പ്രതികരിക്കുവാൻ കഴിയും. ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ കുഞ്ഞിന് സ്നേഹം ആവശ്യമാണ്. ജനിച്ചതിന് ശേഷം അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം ആവശ്യമാണ്. വളർച്ചയുടെ സമയത്ത് സിബിലിങ്സിൻ്റെ സ്നേഹം ആവശ്യമാണ്. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാരുടെ സ്നേഹം ആവശ്യമാണ്. പിന്നീട് വിവാഹം കഴിക്കുമ്പോൾ ഭാര്യയുടെ, ഭർത്താവിൻ്റെ സ്നേഹം ആവശ്യമാണ്. കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങളുടെ സ്നേഹം ആവശ്യമാണ്. വല്യപ്പനായി തീരുമ്പോൾ കൊച്ചുമക്കളുടെ സ്നേഹം ആവശ്യമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഉദരം മുതൽ ശവക്കുഴിയിൽ കാൽ വയ്ക്കുന്ന സമയം വരെയും ഒരു മനുഷ്യന് സ്നേഹം ആവശ്യമാണ്. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളവും ഭക്ഷണവും മതി അതിൻ്റെ വ്യക്തിത്വത്തിന് വളരുവാൻ. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വെള്ളവും ശ്വാസവും ഭക്ഷണവും മാത്രമല്ല അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിരിക്കുന്നത്, അവന് സ്നേഹവും ആവശ്യമാണ്. സ്നേഹം കൂടാതെ അവൻ്റെ വ്യക്തിത്വം വളർച്ച പ്രാപിക്കുകയില്ല. എന്നാൽ ഈ സ്നേഹം നമുക്ക് ലഭിക്കാതെ പോകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് തന്നെ മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്നേഹത്തിൻ്റെ ഒരു സമ്മേളനമാണ്. ആ മാതാവിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹത്തിൻ്റെ സ്ത്രൈണഭാവവും പിതാവിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹത്തിൻ്റെ പുരുഷഭാവവും, ഇതിൻ്റെ ഒരു സമ്മേളനമാണ് നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത്. അവിടെ ലഭിക്കാതെ, സ്നേഹം ലഭിക്കാതെ പോകുന്ന സാഹചര്യങ്ങൾ മുഖാന്തരമായിട്ട് ആ മനസ്സിന് രൂപപ്പെടേണ്ടതുപോലെ രൂപപ്പെടുവാൻ കഴിയുന്നില്ല. അത് മുഖാന്തരമായി പിൽക്കാലങ്ങളിൽ യൗവന പ്രായത്തിൽ, മധ്യവയസ് പ്രായത്തിൽ അനേകമാകുന്ന സംഘർഷങ്ങൾ നേരിടുന്നു. പരിഹരിക്കുവാൻ ശ്രമിക്കുന്നു, പരിഹരിക്കുവാൻ കഴിയുന്നില്ല. അവിടെ കാതലായ പ്രശ്നമെന്ന് പറയുന്നത് ലഭിക്കേണ്ട സ്നേഹം ലഭിക്കാതെ പോയിരിക്കുന്നു. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മാതാപിതാക്കളുമായുള്ള ബന്ധത്തിൽ ലഭിക്കേണ്ട സ്നേഹം. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് മേഖലകൾ, സ്നേഹലഭ്യതയുടെ മേഖലകളുണ്ട്. അവിടെ ഒന്നും പോകുന്നില്ല. മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ലഭിക്കേണ്ട സ്നേഹം, അത് ലഭിക്കാതെ വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സാധാരണമാണ്. ഈ ഭാഗങ്ങൾ ഞാൻ പരാമർശിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നു എങ്കിൽ വീണ്ടും ഒരു കുറ്റപ്പെടുത്തലിന് വേണ്ടി അല്ല ഈ ഭാഗങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇത് പരിഹാരത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ വേണ്ടിയാണ്. ഇവിടെ സ്നേഹം ആരുടേതും ലഭിച്ചില്ലെങ്കിൽ പോലും ഒരു വ്യക്തിയുടെ സ്നേഹം മാത്രം ലഭിച്ചാൽ നമുക്ക് ഈ ശൂന്യതകളെ എല്ലാം നികത്തുവാൻ കഴിയും. അങ്ങനെ വലിയൊരു സാധ്യതയിലേക്കാണ് ഇത് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത്. വീണ്ടും ഒരു സെൽഫ് കണ്ടംനേഷനും കൂടുതൽ ഗിൽറ്റും തരുവാൻ വേണ്ടിയല്ല ഈ ആലോചനകൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്നേഹം ലഭിക്കാതെ പോകുന്ന സാഹചര്യങ്ങളിൽ ഒന്ന് ആബ്സെൻസ് ഓഫ് പേരൻസ് ആണ്. അപ്പനോ അമ്മയോ അവരുടെ ആബ്സെൻസിൽ വളരുന്ന കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾക്ക് സ്നേഹം ലഭിക്കാതെ പോവുകയാണ്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അപ്പൻ്റെയും അമ്മയുടെയും പരിലാളനത്തിൽ, അവരുടെ സാമീപ്യത്തിൽ, അവരുടെ സാന്നിധ്യത്തിലാണ് ആ കുഞ്ഞ് വളരേണ്ടത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ, ആധുനിക സംവിധാനത്തിൽ, വ്യാവസായിക വിപ്ലവത്തിന് ശേഷം സ്ത്രീകളും ജോലിക്ക് പോകുവാൻ തുടങ്ങിയതോടുകൂടെ ആബ്സെൻസ് ഓഫ് പേരൻസ് എന്ന് പറയുന്നത് ഒരു സാധാരണ സംഭവമാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പകൽക്കാലമെങ്കിലും കുഞ്ഞുങ്ങളെ ഡേ കെയറിൽ കൊണ്ടുവിടേണ്ടതായിട്ട് വരുന്നു. ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് സ്നേഹം ലഭിക്കാതെ വരികയാണ്. ഹോസ്റ്റൽസിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ടീനേജ് വരെയും, ടീനേജ് കഴിഞ്ഞതിന് ശേഷം 13 തുടങ്ങിയതിന് ശേഷം 14 and 15, അറ്റ്ലീസ്റ്റ് 15 ഇയേഴ്സ് എങ്കിലും കഴിഞ്ഞതിന് ശേഷമേ യഥാർത്ഥത്തിൽ ആരോഗ്യപരമായി നോക്കുമ്പോൾ ഒരു കുട്ടിയെ സ്കൂൾ ഹോസ്റ്റലിൽ വിടുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ അതിന് വിരുദ്ധമാകുന്ന സാഹചര്യങ്ങൾ പലതും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഈ ടീനേജിൽ തന്നെ ഹോർമോൺ ചേഞ്ച് കുട്ടികളിൽ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അവർ വലിയ സംഘർഷങ്ങളെ നേരിടേണ്ടതായിട്ട് വരും. ആ സംഘർഷങ്ങൾ നേരിടുമ്പോൾ അവർക്ക് മാതാപിതാക്കളുടെ സപ്പോർട്ടാണ് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു 2 വർഷം കൂടെ കഴിഞ്ഞതിന് ശേഷം അവർ
അവർ മറ്റിടങ്ങളിൽ മാറിപ്പാർക്കുവാനും ഒക്കെ പ്രാപ്തിയുള്ളവരായിത്തീരും. ഹോസ്റ്റൽസിലുമൊക്കെ അവർക്ക് പോയി പാർക്കുവാൻ കഴിയും. ഇനി വേറൊരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ, നമുക്ക് ഈ കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവ് തരുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ഇവരുടെ കൂടെയൊക്കെ ഒന്നിച്ചിരുന്ന് സമയം ചെലവഴിച്ച് ഇവരെ അനുഭവിക്കുവാൻ വേണ്ടിയാണ്. ആമേൻ. അതിന് മറിച്ചുള്ള ഒരു ചിന്താധാരയാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പടർന്ന് കത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇവനെ ഡോക്ടറാക്കണം, എങ്ങനെയെങ്കിലും ഇവനെ എഞ്ചിനീയർ ആക്കണം, എങ്ങനെയെങ്കിലും ഇവനെ സയന്റിസ്റ്റ് ആക്കണം. അതിനുവേണ്ടിയുള്ള ഒരു മത്സരമാണ്. പ്രിയമുള്ളവരെ, അതിനുവേണ്ടി ഒന്നുമല്ല. അപ്പനും അമ്മയ്ക്കും കുട്ടിയെ നൽകുന്നത് ആ കുട്ടിയെ അനുഭവിക്കുവാൻ വേണ്ടിയാണ്, ആ കുട്ടിയെ എൻജോയ് ചെയ്യുവാൻ വേണ്ടിയാണ്. ഇതിനെയെല്ലാം പഠിപ്പിച്ച് അങ്ങ് സയന്റിസ്റ്റ് ആക്കി നാസയിൽ വിട്ട് കഴിഞ്ഞാൽ അവൻ നാസയിൽ സയന്റിസ്റ്റ് ആകാൻ, നാസയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നിയമം അനുസരിച്ചിട്ട് അവന് പിന്നെ പുറത്തുള്ള ലോകവുമായി യാതൊരു ബന്ധവുമില്ല. 18 22 വയസ്സായപ്പോൾ നാസയിൽ ജോലി ലഭിച്ചു. പിന്നെ അപ്പനെയും അമ്മയ്ക്കും ഫോൺ ചെയ്യാനൊക്കത്തില്ല, മൊബൈൽ ഫോണൊക്കെ ഇല്ല, നാസയിൽ നിന്ന് പുറത്തു പോകാനൊക്കത്തില്ല. അവന് UN-ൽ ജോലി ലഭിച്ചു. UN-ൽ ജോലി ലഭിച്ചതോടുകൂടെ ഉന്നത ഉദ്യോഗസ്ഥനായി. അവൻ്റെ ചുറ്റും പോലീസുകാർ എപ്പോഴും ഉണ്ട്. ഇവൻ രഹസ്യം മറ്റാർക്കും പകർന്നു കൊടുക്കാതിരിക്കാൻ വേണ്ടി, ഇവൻ സ്പൈ ആയി തീരാതിരിക്കാൻ വേണ്ടി ഫാമിലി മെമ്പേഴ്സിനെ പോലും കാണുവാൻ അനുവാദമില്ല. 12 വർഷം കഴിഞ്ഞ് UN-ൽ ജോലിയുള്ള മകനെ അപ്പനും അമ്മയും ഇതുവരെ കണ്ടിട്ടില്ല. ഫോൺ പോലും ചെയ്യുവാൻ കഴിയത്തില്ല. ഇതിനു വേണ്ടിയാണോ നീ കുഞ്ഞിനെ വളർത്തുന്നത്? അല്ല, നീ അവനെ അനുഭവിക്കുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ പിരിമുറുക്കങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരാകണം. അവനുള്ള കഴിവനുസരിച്ച് അവൻ വളർന്നു വരുവാൻ ഇടവരട്ടെ. അവൻ എഞ്ചിനീയർ ആകുന്നുവെങ്കിൽ എഞ്ചിനീയർ ആകട്ടെ, ഡോക്ടർ ആകുന്നുവെങ്കിൽ ഡോക്ടർ ആകട്ടെ. എന്നാൽ ആവശ്യമില്ലാത്ത പിരിമുറുക്കങ്ങളിൽ മാതാപിതാക്കളായി പോകുവാൻ ഇടവരരുത്. ആബ്സെൻസ് ഓഫ് പേരൻസ്, പേരൻസിന്റെ ആബ്സെൻസിൽ വളരുന്ന കുഞ്ഞുങ്ങൾ, ഹോസ്റ്റലുകളിൽ വളരുന്ന കുഞ്ഞുങ്ങൾ, ഹോസ്റ്റലുകളെ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ ഹോസ്റ്റൽസ് ഹോംസ് ഓഫ് ഹോമോസെക്ഷുവാലിറ്റി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് സ്നേഹം ലഭിക്കാതെ പോകുന്നു. ഉദാഹരണങ്ങൾ ഒരുപാട് പറയുവാൻ സമയമില്ല. ഒരു ഉദാഹരണം പറയാം. 5-ാമത്തെ വയസ്സിൽ ഹോസ്റ്റലിലായിരുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് 45 വയസ്സായതിനു ശേഷവും വിഷാദ രോഗത്തിന്റെ സ്വാധീനമുണ്ടായിരുന്നു. പിന്നെ ആശയവിനിമയം നടത്തിയപ്പോൾ, കൗൺസിലിങ്ങിന് വിധേയമായി കഴിഞ്ഞപ്പോൾ അതിന്റെ റൂട്ട് പിടിക്കുവാൻ ഇടയായി. ആ റൂട്ട് പിടിക്കുവാൻ ഇടയായത് 5-ാം വയസ്സിൽ ഹോസ്റ്റലിൽ പോയപ്പോൾ, തുടർന്ന് ഹോസ്റ്റലിൽ ജീവിച്ചതിന്റെ ആ ഭാഗത്തുണ്ടായ കേടുകളാണ് മനസ്സിന് ആ വിഷാദം വരുത്തുന്ന നിലവാരത്തിലേക്ക് കൊണ്ടുപോയത്. വല്യപ്പച്ചനാണ് ഇവനെ ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് വിട്ടത്. ഇവന് ഹോസ്റ്റൽ എന്താണെന്ന് അറിയത്തില്ല. മുട്ടായി പോലൊരു സാധനമെന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. അപ്പനും അമ്മയ്ക്കും ജോലി ഉണ്ടായിരുന്നു. അതിനാൽ 2-ാമത്തെ കുട്ടിയുമായതിനാൽ ഈ മകനെ നോക്കുവാനുള്ള സമയമില്ലാത്തതിനാലാണ് ഹോസ്റ്റലിൽ വിട്ടത്. അപ്പൊ വല്യപ്പച്ചൻ കൊണ്ടുവന്നാക്കി കഴിഞ്ഞപ്പോൾ വല്യപ്പച്ചൻ പോകുമ്പോൾ കുഞ്ഞും കൂടെ പോകുവാൻ ഇറങ്ങുകയാണ്. വല്യപ്പച്ചൻ പറഞ്ഞിട്ടൊന്നും അവൻ അവിടെ ഇരിക്കുന്നില്ല. അവസാനം വല്യപ്പച്ചൻ ഒരു കള്ളം പറയുവാനിടയായി. മോൻ ഇവിടെ ഇരുന്നേ, മക്കൾക്ക് ഈ ബാറ്ററി ഇട്ട് ഓടുന്ന ബസ് വളരെ ഇഷ്ടമല്ലേ, ആ അപ്പച്ചൻ പോയിട്ട് കടയിൽ പോയിട്ട് ഒരെണ്ണം മേടിച്ചുകൊണ്ട് വരും, അതുവരെ ഇവിടെ ഇരുന്നു. അങ്ങനെ കള്ളം പറഞ്ഞിട്ടാണ് അപ്പച്ചൻ ഇറങ്ങിപ്പോയത്. പിന്നീട് അപ്പച്ചൻ തിരിച്ചു വന്നില്ല. അപ്പൊ ഇവൻ ബാറ്ററി ഇട്ട ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വാർഡൻ വന്നിട്ട് പാല് കുടിക്കാൻ മോനെ വന്നേ കിടന്നേ എന്നൊക്കെ പറയുമ്പോൾ അവനൊന്നും മനസ്സിലാകുന്നില്ല. അവൻ പറയുന്നത്, എൻ്റെ അപ്പച്ചൻ ബാറ്ററി ഇട്ട ബസ് വാങ്ങാൻ പോയിരിക്കുകയാണ്, വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകും. പക്ഷേ ആ അപ്പച്ചൻ മടങ്ങി വന്നില്ല. അപ്പച്ചനെ പിന്നീടും നാളുകൾക്ക് ശേഷമാണ് കണ്ടത്. അത് ഇവന്റെ മനസ്സിനെ സ്വാധീനിച്ചു. ആ സ്വാധീനിച്ചതിന്റെ ഭാഗമായിട്ടാണ് 45 വയസ്സിലും ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള വിഷാദത്തിന്റെ സ്വാധീനം ആ പൈതൽ, ആ വ്യക്തിയിൽ കാണുവാൻ കഴിയുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ടെങ്കിൽ അപ്പച്ചനെ കുറ്റപ്പെടുത്തരുത്, അപ്പനെ കുറ്റപ്പെടുത്തരുത്, അമ്മയെ കുറ്റപ്പെടുത്തരുത്. അവരെല്ലാവരും നിരപരാധികളാണ്. അവർക്കാർക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അന്നത്തെ സാഹചര്യത്തിൽ സൗകര്യമനുസരിച്ച് ഓരോ തീരുമാനങ്ങൾ അപ്പോഴപ്പോഴെടുത്തു. അവരതിൽ തെറ്റുകാരല്ല. അവരോട് ക്ഷമിച്ചതിന് ശേഷമായിട്ട് തിരിച്ചറിയുന്ന നിങ്ങൾ ഈ കേടുമാറ്റുവാൻ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ യേശു ഈ കേടു മാറ്റി ഇനിയുള്ള ജീവിതം അനുഗ്രഹപ്രദമാക്കി തരും. പ്രൈസ് ദി ലോർഡ്. കരങ്ങളടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കുക. നല്ലവണ്ണം കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കുക. നിങ്ങൾ തന്നെ ഇതിന്റെ നടുവിൽ ഏതെങ്കിലും മാതാപിതാക്കൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിൽ വിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ചൊല്ലി നിങ്ങൾ ഇന്ന് കുറ്റപ്പെടുത്തരുത്. അതിനെ ചൊല്ലി ഇനി ഒരു പ്രശ്നം ഉണ്ടാകരുത്. അവൻ അവിടെ തന്നെ ആയിരിക്കട്ടെ. ആ
ഹോസ്റ്റലിൽ അവനെ ഫോർമേറ്റീവ് ഇയേഴ്സ് ഒരു 15 ഇയേഴ്സ് കഴിഞ്ഞ് ഹോസ്റ്റലിലായിരിക്കുന്ന കുട്ടിയെ കുറിച്ചൊന്നും വിചാരപ്പെടേണ്ട. ഓൾറെഡി അവന് അതിന് മാറിപ്പാർക്കുവാനുള്ള പ്രാപ്തി ആയി കഴിഞ്ഞു. എന്നാൽ അതിൽ താഴെയുള്ള 10 വയസ്സോ 7 വയസ്സോ ഉള്ള കുട്ടിയെ നിങ്ങൾ ഹോസ്റ്റലായിട്ടുള്ള ആരെങ്കിലും ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട. ഇനി കുറ്റപ്പെടുത്തണ്ട. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അത്ഭുതം കർത്താവ് ചെയ്യുവാൻ വിശ്വസ്തനാണ്. Praise the Lord. മുന്നോട്ട് ഞാൻ വേഗത്തിൽ പോകട്ടെ. പേരൻസ് വിത്ത് ഫാമിലി പ്രോബ്ലംസ്. പേരൻസിന്റെ ആബ്സെൻസിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ആന്തരിക മുറിവുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ലഭ്യത കൃത്യമായി ലഭിക്കാത്തത് കൊണ്ട്. രണ്ടാമത്തേത് ഫാമിലി പ്രോബ്ലംസ്. ഫാമിലി പ്രോബ്ലംസിലൂടെ കടന്നു പോകുന്ന ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സംഘർഷങ്ങൾ, വഴക്കുകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ. ഇന്നിപ്പോൾ ഡിവോഴ്സ് ഒരു സാധാരണ സംഭവമായിരിക്കുന്നുവല്ലോ. അത് മുഖാന്തരം എത്രയെത്ര കുട്ടികളാണ് നിരപരാധികളാകുന്ന കുഞ്ഞുങ്ങളാണ് പീഡനങ്ങൾ അനുഭവിക്കുന്നത്. മനോരമ പത്രത്തിലെ ഒരു ചിത്രം കണ്ട് ഞാൻ വല്ലാതെ ഒരു ദിവസം എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് എൻ്റെ ഹൃദയത്തിലുണ്ടായി. അതിൽ കാണുന്ന പറഞ്ഞാൽ ഈ കുഞ്ഞിനെ ഡിവോഴ്സ് ആയതിനു ശേഷം കുഞ്ഞാരുടെ കൂടെ പാർക്കുമെന്നുള്ള കേസ് കോടതിയിൽ നടക്കുകയാണ്. കേസ് കോടതിയിൽ നടന്ന കേസിൽ ജഡ്ജി വിധി കൊടുത്തു. ശരി, കുഞ്ഞ് അപ്പൻ്റെ കൂടെ ഇന്ന് പാർക്കും. അപ്പൻ്റെ കൂടെ പാർക്കുമെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ മകളുടെ അമ്മ, വല്യമ്മച്ചി ഉണ്ടായിരുന്നു, വല്യമ്മച്ചി കുഞ്ഞിനെ എടുത്തുകൊണ്ട് കോടതിയിൽ നിന്ന് ഓടുമ്പോൾ വനിതാ പോലീസുകാർ പുറകെ ഓടി ടൗണിലിട്ട് പിടിച്ചപ്പോൾ പത്രക്കാർ ഫോട്ടോ എടുത്തു. അതാണ് ആ ഫോട്ടോ പത്രത്തിൽ വന്നിരിക്കുന്നത്. ഈ കുഞ്ഞിന് വേണ്ടിയാണ്. വല്യമ്മച്ചി കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുന്നു, വനിതാ പോലീസുകാർ പുറകെ വന്ന് പിടിക്കുന്നു. ഈ കയ്യിലിരിക്കുന്ന 2 വയസ്സുള്ള കുഞ്ഞ്, ആ കുഞ്ഞിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുന്നുണ്ടോ? അതേപോലെ ആയിരിക്കുന്നു നമ്മുടെ സമൂഹം. അതിൻ്റെ നടുവിൽ കർത്താവിൻ്റെ വെളിച്ചം പരത്തുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ നാം ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. കുടുംബ വഴക്കുകളിൽ നിന്ന് പുറത്തു വരിക. ആവശ്യമില്ലാതെ ആശയവിന് വീട്ടിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ശബ്ദമുയർത്തിയ വഴക്കുകൾ അവസാനിപ്പിക്കുക. അതിൻ്റെ ആവശ്യമില്ല. അതുകൂടാതെ നമുക്ക് ജീവിക്കുവാൻ കഴിയും. കർത്താവിൽ ശരണപ്പെടുകയാണെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ഏറ്റവും നല്ല ഇടം എവിടെയാണെന്നറിയാമോ? വീട്ടിൽ ഇല്ലെന്നുണ്ടെങ്കിൽ പോയി ഒരു മേടിക്കണം. മേടിച്ചിട്ട് അങ്ങോട്ട് നിവർത്തിയിടണം. ഭർത്താവ് മുഴങ്കാൽ മടക്കി ഇരിക്കുക, ഭാര്യ അപ്പുറത്തിരിക്കുക. രണ്ടുപേരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ സകല അഭിപ്രായ വ്യത്യാസങ്ങളെയും പരിശുദ്ധാത്മാവ് മാറ്റിത്തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉള്ളി പൊളിച്ചതുപോലെ മാത്രമേ ഉള്ളൂ. അതിനെ ചൊല്ലി ശബ്ദമുയർത്തി വഴക്കുണ്ടാക്കരുത്. ശബ്ദമുയർത്തി വഴക്കുണ്ടാക്കുമ്പോൾ കുഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2.5 വയസ്സുള്ള കുഞ്ഞ്. ആ കുഞ്ഞ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞിന് യേശു ആരാണെന്നോ ദൈവം ആരാണെന്നോ അതിനറിയത്തില്ല. അതിൻ്റെ ദൈവവും അതിൻ്റെ യേശു എല്ലാം ഈ മാതാവും പിതാവുമാണ്. ആ കുഞ്ഞ് നോക്കി നിൽക്കുമ്പോൾ അതിൻ്റെ സെക്യൂരിറ്റിയാണ് നഷ്ടപ്പെടുന്നത്. ഫാമിലി പ്രോബ്ലംസിൽ നടുവിൽ വളരുന്ന കുഞ്ഞുങ്ങൾ ഇൻസെക്യൂർ ആയിരിക്കും. അവരുടെ സെക്യൂരിറ്റി അവർക്ക് നഷ്ടപ്പെടുകയാണ്. അവരുടെ അപ്പനാണ് അവരുടെ ദൈവം, അവരുടെ അമ്മയാണ് ദൈവം. 2 വയസ്സുള്ള കുഞ്ഞിന്, എൻ്റെ കുഞ്ഞിനെ നഴ്സറി വിടുന്ന സന്ദർഭത്തിൽ അവൾ പോയൊരു പാട്ട് പഠിച്ചിട്ട് വന്നു. സ്വർഗത്തിലെ അപ്പച്ച എന്നൊരു പാട്ട് പഠിപ്പിച്ചു. അങ്ങനെ വീട്ടിൽ വന്ന് പാടുക. സ്വർഗത്തിലെ അപ്പച്ച പാടിയിട്ട് ചേച്ചിയോട് ചോദിക്കുന്നു, ചേച്ചി സ്വർഗത്തിലും അപ്പച്ചനുണ്ട്, നമ്മുടെ വീട്ടിലും അപ്പച്ചനുണ്ട്. അപ്പോൾ അവളുടെ ഗോഡ് കൺസെപ്റ്റ് എവിടെ നിന്നാണ് ഉടലെടുക്കുന്നത്? കാണുന്ന വീട്ടിലെ അപ്പച്ചനിൽ നിന്നും അപ്പനിൽ നിന്നും ഒക്കെയാണ് അവളുടെ ദൈവസങ്കല്പം ഉടലെടുക്കുന്നത്. അപ്പോൾ വീട്ടിലെ അപ്പൻ വഴക്കുണ്ടാക്കുന്നു, അമ്മ വഴക്കുണ്ടാക്കുന്നു. അത് കാണുമ്പോൾ ആ കുഞ്ഞിന്റെ സെക്യൂരിറ്റി, സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു പോകുകയാണ്. അത് ബോധപൂർവം മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളുടെ മുൻപിൽ വെച്ച് ഭാര്യ ഭർത്താക്കന്മാർ വഴക്കുണ്ടാക്കരുത്. നിങ്ങൾക്കിനി വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് അങ്ങനെയുള്ളൊരു ചിന്തയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വഴക്കിന് വേണ്ടി മാറ്റിവെക്കുക. ബുധനാഴ്ച 4 മണി മുതൽ 5 മണി വരെ വഴക്കുണ്ടാക്കുക. ആ സമയത്ത് കുട്ടികളെ ഒരു പന്ത് കൊടുത്തിട്ട്, ബോൾ കൊടുത്തിട്ട് മക്കൾ പോയി പന്ത് കളിച്ച് അവരെ പുറത്ത് പറഞ്ഞു വിട്ടതിന് ശേഷമായിട്ട് നിങ്ങൾ അകത്ത് കയറി ആ മുറി അടച്ചിട്ട് പുറത്ത് എന്തെങ്കിലും ഒരു നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് ശബ്ദമുയർത്തി DVD-യിൽ ഒരു പാട്ടൊക്കെ ഇട്ടതിന് ശേഷം അകത്ത് കയറി മുറി അടച്ച് 1 മണിക്കൂർ അങ്ങ് വഴക്കുണ്ടാക്കിയിട്ട് ചിരിച്ചുകൊണ്ടിറങ്ങി വരണം. ഒരാശ്വാസമായില്ലേ? വഴക്കുണ്ടാക്കാതെ ജീവിക്കുവാൻ കഴിയാത്തവർ, പ്രിയമുള്ളവരെ, അതിനുവേണ്ടി അല്ല ദൈവം നമുക്ക് ഈ ജീവിതം നൽകിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമുക്കൊരു ബിലോങ്ങിങ് ഫീലിംഗ്. ഞാനിവിടെ ആയിരിക്കുമ്പോൾ ഞാനൊരു അനാഥനല്ല. ഈ ഭൂമിയിൽ തന്നെ ഞാനൊരു അനാഥനല്ല. എനിക്കറിയാം എനിക്ക് വേണ്ടി ചിലരുണ്ട്. ഞാനിപ്പോൾ ഫോൺ ചെയ്യുകയാണെങ്കിൽ എന്നെ അങ്ങേയറ്റത്തുനിന്ന് ഒരാൾ ഫിനിച്ചായ എന്ന് വിളിക്കും. ആ വിളി കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു തണുപ്പുണ്ട്. ഞാൻ തിരിച്ച് ഷിബ എന്ന് വിളിക്കുമ്പോൾ അവൾക്കുണ്ടാകുന്നൊരു തണുപ്പുണ്ട്. എൻ്റെ മക്കൾ എന്നെ ഡാഡി എന്ന് വിളിക്കുമ്പോൾ, ഞാൻ റെബേക്ക എന്ന് വിളിക്കുമ്പോൾ അന്യോന്യമുള്ളൊരു ബിലോങ്ങിങ് ഫീലിംഗ് ഉണ്ട്. എനിക്ക് വേണ്ടി ആരൊക്കെയോ ഉണ്ട്.
ആമേൻ. അങ്ങനെയുള്ള ബന്ധങ്ങളുടെ നടുവിലാ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. ആ ബന്ധങ്ങൾ വഴക്കുണ്ടാക്കുവാനോ ബഹളമുണ്ടാക്കുവാനോ പിണങ്ങിയിരിക്കുവാനോ മാറിയിരിക്കുവാനോ മാറി താമസിക്കുവാനോ ഒന്നുമുള്ളതേ അല്ലേ. ആമേൻ. ഹല്ലേലൂയ. ലഭ്യമായ നിങ്ങളുടെ കുടുംബജീവിതങ്ങളെ നിങ്ങൾ സ്വർഗമാക്കി തീർക്കുക. Praise the Lord. ഞാൻ മുന്നോട്ട് പോകട്ടെ. ക്രൂവൽറ്റി ഓഫ് പേരൻസ്. പേരൻസ് വിത്ത് ഫാമിലി പ്രോബ്ലംസ്. സ്നേഹലഭ്യതയുടെ കുറവ് വരാൻ സാധ്യതയുള്ള മറ്റൊരു സാഹചര്യമാണ് ക്രൂവൽറ്റി ഓഫ് പേരൻസ്. കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുമ്പോൾ തന്നെ ഭീകരമായി ശിക്ഷിക്കരുത്, ബെൽറ്റൂരി അടിക്കരുത്, അവനെ ബാത്റൂമിൽ അടച്ചിട്ടതിന് ശേഷം പുറത്തുനിന്ന് വെല്ലുവിളി നടത്തരുത്. 4 വയസ്സുള്ള കുട്ടിയാണ്, ബാത്റൂമിൽ അടച്ചിട്ട് നന്നാകാമോ, ഇല്ലേ ഞാൻ വാതിൽ തുറക്കത്തില്ല, അങ്ങനെയുള്ള ഭീഷണിയൊന്നും നടത്തരുത്. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തെറ്റ് പറഞ്ഞതിന് ശേഷം വടി കൊണ്ടാണ് ശിക്ഷിക്കേണ്ടത്. തെറ്റ് പറഞ്ഞതിന് ശേഷം ഈ തെറ്റിന് കുട്ടിയെ ശിക്ഷിക്കുന്നത് എനിക്ക് കുട്ടിയോട് സ്നേഹമുള്ളത് കൊണ്ടാകുന്നു എന്നുള്ള ആ കാര്യം കുട്ടിക്ക് വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണ് ശിക്ഷിക്കേണ്ടത്. വടി കൊണ്ട് കുട്ടിയെ തെറ്റ് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇന്ന തെറ്റിനാണ് ഞാൻ ശിക്ഷിക്കുന്നത്, 2 അടി ഞാൻ തരാൻ പോവുകയാണ്, ഡാഡി 2 അടി തരുമ്പോൾ ആമേൻ കരയണമെങ്കിൽ കരഞ്ഞുകൊള്ളണം, അങ്ങനെ പറഞ്ഞ് ശിക്ഷിക്കണം. പറഞ്ഞ് ശിക്ഷിച്ചതിന് ശേഷവും ഉടൻ തന്നെ തിരസ്കരിക്കരുത്, അടുത്ത് തന്നെ നിൽക്കേണ്ടത് ആവശ്യമാണ്. കരയട്ടെ 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 കരയട്ടെ. കരഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവനെ ചേർത്തെടുത്ത് തോളിലെടുത്ത് വെച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തു വിടുമ്പോൾ അവൻ മനസ്സിലാകും, ഡാഡി എന്നെ ശിക്ഷിച്ചത് തിരസ്കരിക്കുന്നത് കൊണ്ടല്ല, ഡാഡി എന്നെ ശിക്ഷിക്കുന്നത് ഞാൻ നല്ല കുട്ടിയായി തീരുവാൻ വേണ്ടിയാണ്. ആമേൻ. ആ നിലയിലായിരിക്കണം നാം ശിക്ഷണത്തോട് സമീപിക്കേണ്ടത്. എന്നാൽ പലയിടങ്ങളിലും ഉണ്ടാകുന്ന ക്രൂവലാകുന്ന ശിക്ഷ മുഖാന്തരമായിട്ട് കുട്ടികളിൽ ഗുരുതരമാകുന്ന കേടുകൾ ഉണ്ടാകുന്നു. വിശദീകരിക്കുന്നില്ല. 4ാമത്തെ റീസൺ, ഡെത്ത് ഓഫ് പേരൻസ്. മാതാപിതാക്കളുടെ മരണം മുഖാന്തരമായിട്ട് കുട്ടികൾ സ്നേഹലഭ്യതയില്ലാത്തവരായി വളരുന്നു. നിങ്ങൾക്കറിയാമോ, ഒരു സുനാമി ഉണ്ടാകുന്ന സന്ദർഭത്തിൽ എത്ര കുട്ടികളാണ് ഓർഫൻസ് ആയി തീരുന്നത്. നിങ്ങൾ ആസാമിൽ എൻ്റെ കൂടെ വരിക, എത്ര കുട്ടികളാണ് ഓർഫൻസ് ആയിട്ട് നമുക്ക് വില്ലേജുകളിൽ കാണുവാൻ കഴിയുന്നത്. അപ്പനില്ലാത്ത കുട്ടികൾ, അമ്മയില്ലാത്ത കുട്ടികൾ. അരുണാചൽ പ്രദേശിൽ ഞങ്ങളുടെ ആ ചിൽഡ്രൻസ് ഹോമിലുള്ള കുട്ടികളുണ്ട്, അപ്പനമ്മമാരില്ലാത്ത കുട്ടികൾ. ഒരു കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി പറയും, എൻ്റെ അപ്പനും അമ്മയും കൃഷി ചെയ്യുവാൻ വേണ്ടി നദിയുടെ അക്കരെ കരയിലേക്ക് പാലത്തിലൂടെ നടന്നു പോകുമ്പോൾ, തടിപ്പാലത്തിലൂടെ നടന്നു പോകുമ്പോൾ വലിയ കാറ്റടിക്കുവാനിടയായി പിടിവിട്ട് തടിപ്പാലത്തിൽ നിന്ന് അപ്പനും അമ്മയും നദിയിലേക്ക് വീണു. അങ്ങനെയാണ് ആ കുഞ്ഞ് അനാഥനായി തീർന്നത്. അങ്ങനെ അനാഥർ, അപ്പനും അമ്മയും ഇല്ലാതെ വളരുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് സ്നേഹം ലഭിക്കാതെ പോകുന്നു. ഫോർമേറ്റീവ് ഇയേഴ്സിന് മുമ്പ് തന്നെ നിന്റെ അമ്മ മരിച്ചുപോയോ, ഒരു ശൂന്യത നീ നേരിടുന്നുണ്ട്. ഫോർമേറ്റീവ് ഇയേഴ്സിന് മുമ്പ് തന്നെ നിന്റെ അപ്പൻ മരിച്ചുപോയോ, ഒരു ശൂന്യത നീ നേരിടുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ശൂന്യതകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞതെങ്കിൽ പോലും നമുക്ക് വലിയ ഭാഗ്യകരമാകുന്ന ഒരവസ്ഥയുണ്ട്. ഈ ശൂന്യതകളെ മുഴുവൻ നിറയ്ക്കുവാനുള്ള ഒരാൾ നമുക്കുണ്ട്. അതാണ് നമ്മുടെ ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ വേറൊരു വലിയ രഹസ്യം കൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ശൂന്യതകൾ അനുഭവിക്കുന്നവരാണ് ഏറ്റവും ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ ശൂന്യത മുഴുവൻ യേശുവിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കുവാൻ കഴിയും. Praise the Lord. നിങ്ങൾ കൂടുതൽ തകർച്ചകളിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണോ? രക്ഷപ്പെട്ടു. അത്രയും കൂടുതൽ ഉയർച്ചകൾ പ്രാപിക്കുവാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ട്. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ സ്നേഹം കൊണ്ട് ഈ ശൂന്യതകളെ മുഴുവൻ നിറയ്ക്കുക. സ്നേഹം ലഭിക്കാതെ പോകുന്ന സാഹചര്യത്തിൽ വളരുന്നവർക്ക് ഇതേപോലെ ശൂന്യതകൾ, ആന്തരിക മുറിവുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആ ആന്തരിക മുറിവുകളെ പരിഹരിക്കുവാൻ വേണ്ടി യേശുവിനെ സ്വീകരിക്കുക. യേശുവിന്റെ സ്നേഹം കൊണ്ട് നിങ്ങൾ ആ ശൂന്യതകളെ മുഴുവനും നിറയ്ക്കുക. ഞാൻ മുന്നോട്ട് പോകട്ടെ. 2ാമത്തെ കാരണം എന്തുകൊണ്ട് ആന്തരിക മുറിവുകൾ ഉണ്ടാകുന്നു. 2ാമത്തെ ഒരു കാരണമാണ് പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്, അൺഫുൾഫിൽഡ് ഡിസയേഴ്സ് എന്ന് പറയുന്നത്. സദൃശ്യവാക്യം 19:21 നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. Proverbs chapter 19 and verse 21 ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊക്കെ ഡിസയേഴ്സ് ഉണ്ട്. ആ ഡിസയേഴ്സ് കർത്താവ് തരുന്ന ഡിസയേഴ്സ് ആണ്. ആ ഡിസയേഴ്സിനെ നാം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ആ ഡിസയേഴ്സിനെ ഒരിക്കലും ആഗ്രഹത്തിന്റെ ആർത്തിയാക്കി മാറ്റരുത്. ജെയിംസ് ചാപ്റ്റർ 1 and 15 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആഗ്രഹങ്ങളുടെ മേൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് ആഗ്രഹങ്ങളുടെ ആർത്തിയായി തീർന്നു കഴിഞ്ഞാൽ അത് പാപമായി തീരുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോഹം ഗർഭം ധരിച്ചു. എന്താ മോഹം എന്ന് പറയുന്നത്? മോഹം എന്ന് പറയുന്നത് ആഗ്രഹത്തിന്റെ ആർത്തിയാണ്.
ആ ആർത്തി മുഖാന്തരമായിട്ട് പാപം വരുവാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് ടു മെനി ചോയ്സസ് ആണ്. എന്ത് തിരഞ്ഞെടുക്കണമെന്ന് അറിയത്തില്ല. ഒരു സോപ്പ് വാങ്ങുവാൻ വേണ്ടിയാണ് കടയിൽ പോയത്, പക്ഷേ അവിടെ നിരത്തി വെച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് സോപ്പാണ്. ഏത് സോപ്പ് തിരഞ്ഞെടുക്കണമെന്ന് അറിയില്ല. ഒരു ഷർട്ട് വാങ്ങുവാൻ വേണ്ടിയാണ് കടയിൽ പോയത്, പക്ഷേ ആയിരക്കണക്കിന് ബ്രാൻഡുകളാണ് മുൻപിൽ വെളിപ്പെട്ടിരിക്കുന്നത്. ഏത് തിരഞ്ഞെടുക്കണമെന്ന് അറിയില്ല. തിരഞ്ഞെടുപ്പുകളിൽ നാം തെറ്റിപ്പോകുന്നു. ആ തിരഞ്ഞെടുപ്പുകളിൽ തെറ്റിപ്പോകുന്നതിന്റെ പരിണിത ഫലമായിട്ട് പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. വിവിധ സാഹചര്യങ്ങളിൽ നിങ്ങളിൽ ഒരുപക്ഷെങ്കിൽ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാകാം. ആ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളെയും യേശുവിൻ നാമത്തിൽ പരിഹരിക്കേണ്ടത് ആവശ്യമാണ്. ആ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളിൽ നിങ്ങൾ തുടരുകയാണെങ്കിൽ അത് മുഖാന്തരമായിട്ട് ആന്തരിക മുറിവുകൾ ഉണ്ടാകും. ഒന്നാമത് ശ്രദ്ധിക്കുക, ഡിസയേഴ്സ് റിലേറ്റഡ് ടു ഫാമിലി ലൈഫ്. ഫാമിലി ലൈഫുമായി, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ആഗ്രഹങ്ങൾ. ഈ ഡ്രീംസ് ആൻഡ് റിയാലിറ്റീസ് എന്ന് പറയുന്ന ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മുടെ സ്വപ്നം ഒന്നും യാഥാർത്ഥ്യം മറ്റൊന്നുമാണ്. നമ്മൾ കല്യാണമൊക്കെ കഴിക്കാൻ പോകുമ്പോൾ, ചെറുപ്പക്കാരുണ്ടല്ലോ, നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് വിവാഹത്തെക്കുറിച്ച്, പെണ്ണിനെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ഡ്രീംസ് ഉണ്ട്. പക്ഷെ റിയാലിറ്റീസ് വരുമ്പോൾ ഡ്രീംസും റിയാലിറ്റീസും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ സ്വപ്ന ലോകത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത്, നമ്മൾ റിയാലിറ്റീസിലാണ് ജീവിക്കേണ്ടത്. ആ റിയാലിറ്റീസിനെ നേരിടുവാനുള്ള പക്വത നാം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. കുടുംബജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് സാധ്യമായില്ല, നിങ്ങൾ പ്രതീക്ഷിച്ചത് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമായില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചതിനനുസരിച്ചുള്ള ഒരു പങ്കാളിയല്ല നിങ്ങൾക്ക് കിട്ടിയത്. ഇതിനെ ചൊല്ലിയുള്ള പദം പറച്ചിലിൽ ജീവിതം നഷ്ടപ്പെടുത്തരുത്. 14 വർഷം കഴിഞ്ഞു. 14 വർഷം കഴിഞ്ഞ് 2 കൊച്ചുങ്ങളുമായി ഇപ്പോഴും വഴക്കുണ്ടാകുന്നുണ്ടെങ്കിൽ ഭാര്യ പറയും, പണ്ടെനിക്ക് പ്രൊഫസറുടെ കല്യാണാലോചന വന്നതാ. ഇനി 14 വർഷം കഴിഞ്ഞ് 2 പിള്ളേരുമായില്ല, ഇനിയും പണ്ടത്തെ പ്രൊഫസറുടെ കല്യാണാലോചന പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? നോ, നിലവിലുള്ള കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുവാൻ വിശ്വസ്തനാണ്. പഴയ പ്രൊഫസറോ പഴയ എഞ്ചിനീയറോ ഒന്നും അല്ല നിന്റെ ജീവിതത്തിൽ. നിലവിൽ നിനക്ക് കർത്താവ് നൽകിയിരിക്കുന്ന പാർട്ട്ണർ, അത് കർത്താവാണ് നൽകിയിരിക്കുന്നത്, തക്ക തുണയാണ് നൽകിയിരിക്കുന്നത്. ആ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ്. നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നിങ്ങൾ ഒരു ആൺകുട്ടി ജനിക്കുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ പെൺകുട്ടി ജനിച്ചു, 2ാമതും പെൺകുട്ടി ജനിച്ചു, 3ാമതും പെൺകുട്ടി ജനിച്ചു. എന്താ, പെൺകുട്ടികളായാലും എന്നാ കുഴപ്പമില്ല, ആണായാലും പെണ്ണായാലും എന്നാ, കർത്താവ് നിങ്ങൾക്ക് തലമുറകളെ നൽകിയെങ്കിൽ സന്തോഷത്തോടുകൂടെ ദൈവത്തെ സ്തുതിച്ച് നന്ദി പറയേണ്ടത് ആവശ്യമാണ്. ആമേൻ. മക്കളില്ലാത്ത ആരെങ്കിലും ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. ഉറപ്പാണ് ഞാൻ പറയുന്നത്. ഇന്ന് രാത്രി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. ആമേൻ. പെൺകുട്ടികൾ മാത്രം, 3 പെൺകുട്ടികളായി 2 പെൺകുട്ടികളായി, അതിനെ ചൊല്ലി എന്തിനാണ് വേവലാതിപ്പെടുന്നത്? ആമേൻ. ഇന്ന് പിന്നെ പെൺകുട്ടികളല്ലേ ഉണ്ടാകേണ്ടത്. പെൺകുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെയാണ് ഞങ്ങൾക്ക് കോൾസ് വരുന്നതെന്ന് അറിയാമോ? ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഒരാളിനെ വിളിച്ചു, ബ്രദർ, ഞാൻ ഇന്ന സ്ഥലത്തു, ഏത് സ്ഥലമാണ്? ജമൈക്ക. ഓ, ജമൈക്ക, അതെവിടെയാണ് ജമൈക്ക? ഞാൻ ചോദിച്ചു, ഒരു ഐലൻഡാണ്, അമേരിക്കയ്ക്ക് അടുത്തുള്ള ഒരു ഐലൻഡാണ്. ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാ ജമൈക്കയിൽ എത്തിച്ചേർന്നത്? അയ്യോ പാസ്റ്ററെ, എന്റെ ഭാര്യ നേഴ്സാ. അപ്പോൾ നേഴ്സായതുകൊണ്ടാണ് അവൻ ജമൈക്കയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്താണ്? പെൺപിള്ളാരുണ്ടായാൽ അനുഗ്രഹമായി പോകും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഫ്രീ ആയിട്ട് കർത്താവ് സൈക്കിൾ തരും, ഫ്രീ ആയിട്ട് കർത്താവ് റെഡ് ബാഗ് തരും. ഒരു പൈസ കൊടുത്തു ഷർട്ട് ഉടുപ്പ് വാങ്ങേണ്ട കാര്യമില്ല. ആമേൻ. യേശുവിൻ നാമത്തിൽ ലഭ്യമായത് നന്മ സ്വീകരിക്കുവാൻ തയ്യാറാകുക. അരുണാചൽ പ്രദേശിലൊക്കെ ഇത് വലിയൊരു മേജർ പ്രോബ്ലമാണ്. അവിടെ ആ സ്ത്രീ ഒരു പെൺകുട്ടിയെ പിറന്നു കഴിഞ്ഞ് ശപിക്കപ്പെട്ടവളെന്നാണ് പറയുന്നത്. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ഒരു സെർച്ച് നടത്തി, ഒരു ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഡോക്ടറിനോട് പറഞ്ഞത്, ക്രോമസോംസിന്റെ റീസൺ മൂലമാണ്. X and Y ക്രോമസോം ഉണ്ടെങ്കിൽ മാത്രമേ ബോയ് ഉണ്ടാകത്തുള്ളൂ. ഇതിനകത്ത് ഈ സ്ത്രീക്ക് X and X ക്രോമസോംസ് മാത്രമേ ഉണ്ടാക്കാൻ ഒക്കത്തുള്ളൂ, Y ക്രോമസോം പുരുഷന് മാത്രമേ ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ അവിടെ പഠിപ്പിച്ചു, നിങ്ങൾ സഹോദരന്മാരെ, ഇവരാ നിരപരാധികൾ. അരുണാചൽ പ്രദേശിൽ പറഞ്ഞു, ഞാൻ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ നിരപരാധികളാണ്. നിങ്ങൾക്കൊരിക്കലും ഡിസൈഡ് ചെയ്യാൻ കഴിയത്തില്ല. കുട്ടി ആണാകണോ പെണ്ണാകണമോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് പുരുഷന്മാരാണ്. അവിടെയുള്ളവരുടെ കണ്ണു തുറക്കുവാനിടയായി. അതുവരെയും അവർ സ്ത്രീകൾ ശപിക്കപ്പെട്ടവരെന്നാണ് കരുതിയിരുന്നത്. അന്നു മുതൽ അവർക്ക് മനസ്സിലായി, ശാപം സ്ത്രീകൾക്കല്ല പുരുഷന്മാർക്കാണ്. ആമേൻ. ഈ നിലയിലുള്ള ചെറിയ ചെറിയ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളിലല്ല ജീവിക്കേണ്ടത്. മുൻപിൽ വെളിപ്പെടുവാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ ഗ്ലോറിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ലഭിക്കാതെ പോയ ഒരു വീടോ ഒരു ജോലിയോ പ്രൊമോഷൻസോ ഇതിലല്ല നീ നിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. നിത്യതയെക്കുറിച്ച് നിനക്കൊരു വെളിപ്പാട് കിട്ടിയവനാണ് എങ്കിൽ ഇതിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ആ ദർശനത്തിലും വെളിപ്പാടിലുമാണ് നീ ജീവിക്കുവാൻ പോകുന്നത്.
ആമേൻ. ഡിസയേഴ്സ് റിലേറ്റഡ് ടു ഫാമിലി ലൈഫ്, അതോടൊന്നിച്ച് തന്നെ ഡിസയേഴ്സ് റിലേറ്റഡ് ടു ഫ്യൂച്ചർ, ഭാവിയുമായുള്ള ബന്ധത്തിൽ അനേകർക്ക് പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളുണ്ട്. അങ്ങനെ ആരെങ്കിലും ഈ രാത്രിയിൽ ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ ഭാവിയുമായുള്ള ബന്ധത്തിലുള്ള പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളിൽ നിന്ന് നീ പുറത്തു വാ. അയ്യോ, പ്രീ ഡിഗ്രിക്ക് പഠിച്ച സന്ദർഭത്തിൽ സയൻസ് ഗ്രൂപ്പ് എടുക്കേണ്ടതായിരുന്നു, അല്ല എങ്കിൽ അവിടെ MBBS പോകേണ്ടതായിരുന്നു, ഇപ്പോൾ എടുത്തത് ശരിയായില്ല. ഇങ്ങനെ പഴയ കാലത്ത് നടക്കാതെ പോയ കാര്യങ്ങളെ ചൊല്ലിയുള്ള ഒരു പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളിൽ ജീവിക്കുവാൻ ഇടവരരുത്. പ്രിയമുള്ളവരെ, ഞാൻ വളരെ വിനയപുരസ്സരം നിങ്ങളോട് പറയട്ടെ, പ്രത്യേകമാകുന്ന ക്വാളിഫിക്കേഷൻസ് ഇല്ല എങ്കിൽ പോലും, ലാംഗ്വേജസ് ഇല്ല എങ്കിൽ പോലും, കഴിവുകളില്ല എങ്കിൽ പോലും, അപ്പിയറൻസിൽ നിന്നെ കാണാൻ വലിയ ഗുണമില്ല എങ്കിൽ പോലും, ദൈവത്തിന്റെ ഫേവർ, അനുകൂലത നിന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പഠിത്തമുള്ള എത്ര എണ്ണത്തെ ഞാൻ കാണിച്ചു തരാം, വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്നു, ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ. പക്ഷേ ദൈവത്തിന്റെ അനുകൂലത നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുകയാണെങ്കിൽ മറ്റാർക്കും ചെയ്തെടുക്കുവാൻ കഴിയാത്ത അത്ഭുതങ്ങൾ നിന്നിലൂടെ സംഭവിക്കുവാൻ ഇടവരും. വിശ്വാസമുള്ളവർ കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് ശ്രദ്ധിക്കുക. അസംതൃപ്തികളിൽ ഒരിക്കലും ജീവിക്കരുത്. ആമേൻ. നമുക്ക് എങ്ങനെ സംതൃപ്തനാകുവാൻ കഴിയും? ഞാൻ ഒരിക്കല് ചെങ്ങന്നൂരിനടുത്തുള്ള ഒരു പരിമല ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് ഞാനവിടെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് അവിടുത്തെ ഒരു നേഴ്സിനെ കണ്ട് ഓടി വന്നിട്ട് പറഞ്ഞു, അയ്യോ പാസ്റ്റർ ഇവിടെ നിൽക്കുകയാണോ? ഈ പാസ്റ്ററെ ഞാനൊന്ന് കാണുവാനും പ്രാർത്ഥിക്കുവാനും ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. നോക്കിയേ, ഞാൻ ഈ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്, 5000 രൂപ മാത്രമേ ശമ്പളമുള്ളൂ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ, ഗൾഫിൽ ഒരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചേ. ആ കുട്ടിയുടെ നിസ്സഹായാവസ്ഥ കണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഇവൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമേ, ഇവൾക്ക് വേണ്ടി ഒരു അത്ഭുത വഴി തുറന്നു കൊടുക്കണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനിടയായി. അന്ന് രാത്രിയിൽ ഞാൻ ഭവനത്തിൽ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മറ്റൊരു ഫോൺ കോൾ വന്നു. സൗദി അറേബ്യയിൽ നിന്നാണ്. അതൊരു നേഴ്സാണ്. ആ സഹോദരി പറയുകയാണ്, പാസ്റ്ററെ ഞാൻ വലിയ കഷ്ടത്തിലാണ്, ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലാണ് ജോലി ചെയ്യുന്നത്, എനിക്ക് 60,000 രൂപ മാത്രമേ ശമ്പളമുള്ളൂ, ഭയങ്കര ബദ്ധപ്പാടാണ്, പ്ലീസ് എനിക്ക് ഇംഗ്ലണ്ടിൽ പോകുവാൻ ഒരു വിസ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, പരിമലക്കാരി ഗൾഫിൽ പോകാൻ ആഗ്രഹിക്കുകയാണ്, ഗൾഫിൽ 60,000 കിട്ടുന്നത് ഇംഗ്ലണ്ടിൽ പോകാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇംഗ്ലണ്ടിൽ പോയിട്ടുള്ളവർക്ക് അറിയാമല്ലോ, ഇംഗ്ലണ്ടിലുള്ളവരെല്ലാം ഓസ്ട്രേലിയക്ക് പോകാനിരിക്കുകയാണ്. ഓസ്ട്രേലിയക്കാരന് എന്ത് ചെയ്യും? ഓസ്ട്രേലിയയിൽ സൺസ്ട്രോക്ക് ഉണ്ടാകുന്നു, ഓസ്ട്രേലിയയിൽ 20 ഇയേഴ്സിനുള്ളിൽ വെള്ളം തീരാൻ പോകുന്നു എന്നുള്ളൊരു പഠിപ്പീര് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഓസ്ട്രേലിയക്കാർ ഒരു പക്ഷേ അമേരിക്കയിൽ പോയെന്നിരിക്കാം. പക്ഷേ പ്രിയമുള്ളവരെ, ഇവിടെ ഒന്നും അല്ല, നിനക്ക് പരിമലയിൽ തന്നെ സന്തുഷ്ട ഹൃദയം തരുവാൻ കർത്താവ് വിശ്വസ്തനാ. ഒരു സ്ഥലം മാറിയത് കൊണ്ടോ, ജിയോഗ്രഫിക്കലായിട്ടുള്ള ഒരു ഏരിയ മാറിയത് കൊണ്ടോ, നീ ഇപ്പോൾ സ്വപ്നം കാണുന്ന ഒരു ഇടത്ത് ചെന്നത് കൊണ്ടൊന്നും മനസ്സ് സൗഖ്യമാകത്തില്ല. മനസ്സ് സൗഖ്യമാകുന്നത് പരിമല വെച്ച് തന്നെ നിന്റെ മനസ്സ് സൗഖ്യമാകട്ടെ. സൗഖ്യമാകുമ്പോൾ കർത്താവ് പ്രൊമോഷൻസും തരുവാൻ വിശ്വസ്തനാണ്. പ്രൊമോഷൻ, ഈ മനസ്സ് സൗഖ്യമാകാതെ നീ ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും നിന്റെ ഉള്ളിൽ ഈ ഞെരുക്കങ്ങളും വേദനകളും ദണ്ഡനകളും തുടരുവാൻ സാധ്യതയുണ്ട്. മറിച്ച് നിലവിൽ നീ എവിടെയായിരിക്കുന്നുവോ അതിൽ നീ സന്തുഷ്ടി വെളിപ്പെടുത്തുകയാണെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യുവാൻ വിശ്വസ്തനാണ്. ഒരുപക്ഷെ പലരും പ്രൊമോഷൻ നഷ്ടപ്പെട്ടവർ, പ്രതീക്ഷിച്ച പ്രൊമോഷൻസ് കിട്ടാത്തവർ ഇതിന്റെ നടുവിലുണ്ടാകും. അതൊരു ഭാരമാക്കി തീർക്കരുത്. ഓക്കെ, അതിന് ചെയ്യേണ്ട പ്രായോഗിക കാര്യങ്ങൾ ചെയ്യണം, പക്ഷെ അതിന് നിന്റെ മനസ്സിൽ സ്ഥലം കൊടുക്കരുത്. അത് മനസ്സിൽ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ ഗ്രഡ്ജസ് ഉണ്ടാകും, ബിറ്റർനെസ് ഉണ്ടാകും, നിന്നോട് തന്നെ വിരോധം ഉണ്ടാകും, ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല. ഇതെല്ലാം നിന്റെ മുന്നോട്ടുള്ള ഫ്രൂട്ട്ഫുൾനെസ്സിന് കേടുവരുത്തുന്നതാണ്. അതിന് മനസ്സിൽ ഇടം കൊടുക്കരുത്. അതിനെ പ്രായോഗികമായി നേരിടുവാൻ തയ്യാറാകേണ്ടത് ആവശ്യമാണ്. പൂർത്തീകരിക്കാതെ ആഗ്രഹങ്ങളിൽ ജീവിക്കരുത്. ഞാനിങ്ങനെ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, ഒരു അനുഗ്രഹം നിനക്ക് ലഭിക്കുമ്പോൾ രണ്ടു പേർക്ക് രണ്ട് രീതിയിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുവാൻ കഴിയും. നമ്മുടെ ഒരു പാസ്റ്റർക്ക് ഇപ്പോൾ ആസാമിലുള്ള ഒരു പാസ്റ്റർക്ക് ഒരു സൈക്കിൾ കിട്ടുകയാണെന്ന് വിചാരിച്ചു. ആ സൈക്കിൾ കിട്ടുന്ന സന്ദർഭത്തിൽ ആ ഒരു പാസ്റ്റർ, സംതൃപ്തനല്ലാത്തൊരു പാസ്റ്റർ എന്ന് കരുതുക, അദ്ദേഹത്തിന് ഒരു സൈക്കിൾ കിട്ടി. സൈക്കിൾ കിട്ടുമ്പോൾ കർത്താവിന് ഒരു സൈക്കിളേ ഉള്ളോ, എന്തൊരു സൈക്കിളാ, ഇതിന്റെ ഹാൻഡിൽ കണ്ടോ, ഇതിന്റെ സീറ്റ് കണ്ടോ, ഈ ചുമന്ന കളറുള്ള സീറ്റോ, അയ്യോ ഇതിന്റെ ടയർ കണ്ടോ. ഈവൻ കയറി ഈ സൈക്കിൾ ചവിട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതിന്റെ ചവിട്ട് കട്ടി കൂടുതല്, ഇത് കൂടെ ചെയിൻ തെറ്റുന്നു, ഇത് പഞ്ചറാകുന്നു, ഇവൻ സൈക്കിളിൽ നിന്ന് വീഴുന്നു, ഇവന്റെ മുട്ട് മുറിയുന്നു, ഇവനെന്നും പ്രശ്നമാണ്. കാരണം എന്താണ്? ഇവൻ ഈ നന്മ കർത്താവിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ നന്ദിയോടല്ല സ്വീകരിച്ചത്.
Praise the Lord. ലഭ്യമായതിന് നന്ദി പറഞ്ഞില്ല. വേറെ നന്ദിയുള്ളൊരു ദൈവദാസന് ഒരു സൈക്കിൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ കർത്താവേ, ആയിരക്കണക്കിന് ആളുകൾ നടന്നു പോകുമ്പോൾ എനിക്കൊരു സൈക്കിൾ തന്നതിനായി സ്തോത്രം. ആമേൻ. അവൻ നോക്കുമ്പോൾ റെഡ് സീറ്റോ ചുമന്ന സീറ്റോ എത്ര മനോഹരമായിരിക്കുന്നു, എന്തൊരു നല്ല ഹാൻഡിൽ, എന്തൊരു നല്ല സീറ്റ് കവർ. അവൻ കയറിയിരുന്ന ആ കാർ ഓടിക്കുകയാണെങ്കിൽ, ആ സൈക്കിൾ ചവിട്ടുകയാണെങ്കിൽ, പണ്ട് നാട്ടിൽ ഇമ്പാല കാർ ഉണ്ടായിരുന്നു, ഇമ്പാല കാർ പോകുന്നത് പോലെ അവന്റെ സൈക്കിൾ പോകുവാനിട വരും. അവന്റെ സൈക്കിൾ തെറ്റത്തില്ല, ചെയിൻ തെറ്റത്തില്ല, പഞ്ചറാക്കത്തില്ല, അവൻ സൈക്കിളിൽ നിന്ന് വീഴത്തില്ല. കാരണം അവന്റെ മനസ്സും സൈക്കിളും തമ്മിലുള്ള ബന്ധത്തിൽ മനസ്സിൽ കേടില്ല. ആമേൻ. നിലവിൽ നിനക്കുള്ള നന്മയിൽ നീ സന്തോഷിച്ചു തുടങ്ങുമ്പോഴാണ് ദൈവം അത്ഭുതം ചെയ്യുവാനിട വരുന്നത്. സൈക്കിളിൽ സംതൃപ്തി പ്രാപിക്കാത്തവൻ എങ്ങനെ കർത്താവ് ഒരു സ്കൂട്ടർ കൊടുക്കുവാൻ കഴിയുന്നത്? അവന് സ്കൂട്ടർ ലഭിച്ചു കഴിഞ്ഞാൽ അതിനെ ചൊല്ലി അവൻ പരാതി പറയത്തില്ലേ? നോ. ലഭ്യമായ നന്മയിൽ നീ നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാനിട വരുമ്പോൾ, നീ ദുബായിലാണോ, ദുബായിൽ ദൈവത്തെ സ്തുതിക്ക്. Praise the Lord. നാളെ എന്താ കർത്താവ് ചെയ്യുവാൻ വിശ്വസ്തനാണ്. അതാണ് കർത്താവിന്റെ പദ്ധതി എന്ന് പറയുന്നത്. നിങ്ങൾ 2 കൊരിന്ത്യർ അതിന്റെ 9-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം മലയാളത്തിൽ വായിക്കണം. 2 Corinthians and chapter 9 and verse 8. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ചേർന്നതെന്ന് പറയാം. ഞാൻ പറയുമ്പോൾ നിങ്ങളൊന്ന് ഏറ്റു പറയണം. നിങ്ങൾ സകലത്തിലും, അല്പം കൂടെ ശബ്ദം ഉയർത്തി പറയണം, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ പറഞ്ഞേ, നിങ്ങൾ സകലത്തിലും. നിങ്ങളെന്നൊന്ന് വിട്ടിട്ട് ഞാനെന്ന് പറയാം. ഞാൻ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവനായി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ജീവിതമാണ് നാം നയിക്കേണ്ടത്. തൃപ്തിയുള്ളൊരു ജീവിതമാണ് നാം നയിക്കേണ്ടത്. തൃപ്തിയുള്ളൊരു ജീവിതം നയിക്കുകയാണെങ്കിൽ ദീർഘായുസ് കൊണ്ട് ദൈവം നിങ്ങൾക്കും തൃപ്തി തരുവാൻ വിശ്വസ്തനാണ്. ആമേൻ. 3-ാമത്തെ ആന്തരിക മുറിവിന്റെ ഒരു കാരണം റിജക്ഷൻ ആണ്, തിരസ്കരണമാണ്. പരിത്യജിക്കൽ, തിരസ്കരണം, നിരാകരണം. നിങ്ങൾക്കറിയാമോ, നാം മനുഷ്യരാകുന്നതിനാൽ നമുക്ക് അഫെക്ഷൻ ആവശ്യമാണ്. അതോടൊന്നിച്ച് തന്നെ അംഗീകാരം, അക്സെപ്റ്റൻസ് ആവശ്യമാണ്. അക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. നിങ്ങളുടെ കുട്ടി ഒരു കപ്പ് പാല് കുടിക്കുന്നുണ്ടെങ്കിൽ ഓടി വന്നിട്ട് കാണിക്കത്തില്ലേ? കാലിക്കപ്പ് കാണിക്കത്തില്ലേ? അപ്പോൾ എന്താ നിങ്ങൾ പറയുന്നത്? ഗുഡ് ഗേൾ. അപ്പൊ ഡാഡിയെ പോയി കാണിക്കത്തില്ലേ? അപ്പോൾ ഡാഡി എന്ത് പറയും? ഗുഡ് ഗേൾ. ഞങ്ങളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട്, അമ്മച്ചനെയും അമ്മച്ചിയും കാണിക്കും. അപ്പോൾ ഒരു കപ്പ് പാല് കുടിച്ചാൽ 4 പേരുടെ അംഗീകാരം ആ കുട്ടിക്ക് ആവശ്യമാണ്. അതാ കുഞ്ഞുങ്ങളുടെ, മനുഷ്യരുടെ നേച്ചറാണ്. അതിന്റെ ബാക്കി പത്രങ്ങളാണ് നാം ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ഓഫീസിൽ നിങ്ങളെക്കുറിച്ച് ഒരു നല്ല നോട്ട് നിങ്ങളുടെ സീനിയർ ബോസ് എഴുതുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തിൽ തരുന്ന ഒരു തണുപ്പുണ്ട്. അങ്ങനെയുള്ള അംഗീകാരങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ വ്യക്തിത്വം ഗുണപ്രദമായി തീരുകയുള്ളൂ. നമ്മുടെ വ്യക്തിത്വത്തിന് ഗുണമുള്ള വളർച്ച, ഗുണമുള്ള മാച്യൂരിറ്റി നമ്മുടെ വ്യക്തിത്വത്തിന് ഉണ്ടാകത്തുള്ളൂ. എന്നാൽ ഇതിന് പകരമായിട്ട് നാം പല ഇടങ്ങളിലും തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ആ തിരസ്കരണം പ്രധാനമായി അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്ന തിരസ്കരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരസ്കരണം എന്ന് പറയുന്നത്. ആദ്യത്തെ കുട്ടിക്ക് 1 വയസ്സാകുന്നതിന് മുൻപ് 2-ാമത്തെ കുട്ടി കൺസീവ്ഡ് ആയിരിക്കുമ്പോൾ അമ്മയും അപ്പനും കൂടെ ഒന്നിച്ചിരുന്ന് തീരുമാനിക്കുകയാണ്, അയ്യോ ഇതിനെ അങ്ങ് അബോർട്ട് ചെയ്താലോ. ആ അബോർഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആ കുട്ടിക്കുള്ള സന്ദേശം ലഭിച്ചു കഴിഞ്ഞു, നീ ഒരു അൺവാണ്ടഡ് ചൈൽഡാണ്, വേണ്ടാത്ത കുഞ്ഞാണ്. അത് റിജക്ഷൻ ആണ്. ആ കുഞ്ഞിന് ഒരു തിരസ്കരണം ഉദരത്തിൽ വെച്ച് തന്നെ ലഭിക്കുകയാണ്. ഈ ഉദരത്തിൽ വെച്ച് ലഭിക്കുന്ന തിരസ്കരണമാണ് ഏറ്റവും ഗുരുതരമാകുന്ന തിരസ്കരണം. ഈ പറയുന്ന കാര്യങ്ങളിലൂടെ എല്ലാം ഞാൻ കടന്നുപോയതാണ്. ഇതെല്ലാം അനുഭവങ്ങളിലൂടെ പഠിച്ച കാര്യങ്ങളാണ്. ഇതിലൂടെ കടന്നുപോയത് കൊണ്ട് എങ്ങനെ എന്താണ് ഞാൻ നേരിടുന്ന സംഘർഷം പരിഹരിക്കുവാൻ വേണ്ടിയുള്ള അന്വേഷണത്തിൽ നിന്നാണ് കർത്താവ് ഈ കാര്യങ്ങൾ പലതും എനിക്ക് മനസ്സിലാക്കി തന്നത്. ഇതിലൂടെ ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലൂടെയും ഞാൻ കടന്നുപോയി. കർത്താവ് എന്നെ അതിൽ നിന്ന് വിടുവിച്ചാണ് നിങ്ങളുടെ നടുവിൽ നിർത്തിയിരിക്കുന്നത്. ഈ റിജക്ഷൻ, അമ്മയുടെ ഉദരത്തിലുണ്ടാകുന്ന റിജക്ഷൻ, ആ റിജക്ഷനിൽ തന്നെ ഇന്നിപ്പോൾ അബോർഷൻ എന്ന് പറയുന്ന ഒരു സാധാരണ സംഭവമായി തീർന്നിരിക്കുകയാണ്. അബോർഷൻ എന്ന് പറയുന്നത് കൊലപാതകമാകുന്നു. അബോർഷന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു സൈതാനിക ശക്തി തന്നെയുണ്ട്, ഇരുട്ടിന്റെ ശക്തി തന്നെയുണ്ട്. ഞങ്ങൾക്ക് പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പാറശാലയിൽ ശുശ്രൂഷിക്കുമ്പോൾ, പാറശാലയിൽ ഒരു രാത്രിയിൽ ശുശ്രൂഷിക്കുകയാണ്. അന്ന് രാത്രിയിൽ ഒരു ഫാമിലി അതിന്റെ നടുക്ക് കയറി വന്നു. ആ ഫാമിലി എങ്ങനെ വന്നെന്നറിയാമോ? അവർ രാവിലെ മുതൽ ആശുപത്രികളിൽ പോയി, ഭാര്യയുമായിട്ട് പോയി. ഭർത്താവ് ഭയങ്കര ക്രൂരനായ ഒരു മനുഷ്യനാണ്. 2-ാമത്തെ കുട്ടി ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ അതിനെ അബോർട്ട് ചെയ്യണം. അങ്ങനെ രാവിലെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് ഹോസ്പിറ്റലിൽ ചെന്നു. ആ ഡോക്ടർക്ക് എന്തോ പ്രശ്നം ഉണ്ടായി, ഒത്തില്ല. ആ ഭർത്താവിന് ഭയങ്കര കലി കയറിയിട്ട് അയാൾ പിന്നെ പോയി 2-ാമത്തെ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇവളെ എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ അബോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. നടന്നില്ല. അങ്ങനെ രാവിലെ മുതൽ അന്വേഷണം നടത്തിയിട്ടാണ് കറങ്ങി അടിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു, ഇവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, പോയി കേൾക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അവർ വന്ന് കയറിയത്. അന്ന് കയറിയപ്പോൾ കൃത്യം ഈ ഭാഗങ്ങളാ പരാമർശിക്കുന്നത്.
നിങ്ങൾക്കറിയാമോ, അന്ന് രാത്രിയിൽ ആ കുടുംബം മാനസാന്തരപ്പെടുവാനിടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് ആ കുട്ടി ജനിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് കഴിഞ്ഞ വർഷം നടന്ന സംഭവമാണ്. ആ കുട്ടിയെ എനിക്ക് മുഖാതാവിൽ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ഉദരത്തിൽ ഒരു ജീവൻ ഉരുവായിരിക്കുന്നുവെങ്കിൽ അതിനെ എടുക്കുവാൻ നിനക്ക് അനുവാദമില്ല. കുട്ടികളെ കൊല്ലുന്ന ഡോക്ടേഴ്സും കുട്ടികളെ കൊല്ലുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളും അവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ഇരുട്ടിന്റെ സ്വാധീനമുണ്ട്, ഒരു ശാപത്തിന്റെ ശക്തിയുണ്ട്. ആ ശക്തി അത് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ, യേശുവിൻ നാമത്തിൽ ആ കേഴ്സിനെ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് അതിൽ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. റിജക്ഷന് വിവിധ നിലകളിൽ ഉള്ള റിജക്ഷൻ ഉണ്ട്. വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന തിരസ്കരണങ്ങളുണ്ട്, സ്കൂളിൽ ഉണ്ടാകുന്ന തിരസ്കരണങ്ങളുണ്ട്. ചില അധ്യാപകർ നോട്ട് പറയും, എടാ മരക്കഴുതേ, നിനക്കും മാത്സിൽ ഒരിക്കലും ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. അവന്റെ മേലുണ്ടാകുന്ന ഒരു തിരസ്കരണമാണ്. അപ്പനും അമ്മയും നോക്കിയിട്ട് പറയും, എടാ നിന്റെ മൂത്തവനെ നോക്ക്, അവൻ നോക്കിക്കേ, അവൻ അങ്ങനെ പഠിച്ചു മിന്നി പോവുകയാണല്ലോ, നീ ഒരുത്തൻ ഗുണമില്ലാത്തവൻ. ആ പറയുന്ന വാക്കുകൾ തളർത്തുന്ന വാക്കുകളാണ്. കമ്പാരിസൺ എന്ന് പറയുന്നത്, പെൺകുട്ടിയെ നോക്കിയിട്ട് അപ്പന് പെണ്ണിനെ ഇഷ്ടമല്ല, അമ്മയ്ക്കും പെണ്ണിനെ ഇഷ്ടമല്ല, അതുകൊണ്ട് പെണ്ണിനെ നോക്കിയിട്ട്, ഈ കൊച്ചേ, നീ ഒരുത്തി ജനിച്ചതിന് ശേഷമാണ് ഈ വീടിനകത്ത് ഇങ്ങനെയായത്, നീ ജനിച്ചതിന് ശേഷമാണ് എനിക്ക് ഈ രോഗമെല്ലാം വന്നത്. തളർത്തുന്ന വാക്കുകൾ പറയരുത്. ആ കുട്ടിയിൽ തിരസ്കരണം വരുവാനിട വരും. തിരസ്കരിക്കപ്പെടുന്നവർ എപ്പോഴും അവർ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അവരൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുവാൻ തുടങ്ങുമ്പോൾ അവർക്ക് പെട്ടെന്നൊരു ഭയം ഉണ്ടാവും. ഞാൻ ഈ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ എന്നെ അവർ അക്സെപ്റ്റ് ചെയ്യുമോ? ഒരു വിഡ്രോ ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു ഫോഴ്സ് അവരെ എപ്പോഴും പിൻവലിച്ചു കൊണ്ടിരിക്കും. കാരണം എന്താണ്? അക്സെപ്റ്റൻസിന്റെ പ്രശ്നമാണ്. ഞാൻ എൻ്റെ വീടിന്റെ മുറ്റത്തിറങ്ങി നിന്നിട്ട് ബസ്സിന് കൈ കാണിക്കത്തില്ലായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാൻ കൈ കാണിച്ചു ഡ്രൈവർ വണ്ടി നിർത്താതെ പോയി കഴിഞ്ഞാൽ എനിക്ക് തിരസ്കരണമാണ്. അതുകൊണ്ട് ഞാൻ നടന്ന്, വണ്ടി വന്നാലും കൈ കാണിക്കത്തില്ല, നടന്ന് ജംഗ്ഷനിൽ പോയി നിൽക്കും. വേറെ ആരെങ്കിലും കൈ കാണിച്ച് നിർത്തുമ്പോൾ ബസ്സിൽ കയറി പോകുമായിരുന്നു. അതായിരുന്നു പണ്ടത്തെ തിരസ്കരണം എന്ന് പറയുന്നത്. ഇന്ന് പിന്നെ വിമാനം കണ്ടാലും കൈ കാണിക്കും. അത്ര ഒരു വിടുതൽ കർത്താവ് നൽകി തന്നു. അപ്പൊ അത്ര കഠിന തിരസ്കരണത്തിൽ ജീവിച്ചവനെ ഈ നിലയിലാക്കി തീർക്കുവാൻ കഴിയുമെങ്കിൽ എന്നേക്കാൾ ആന്തരിക മുറിവുള്ള ആരും ഇതിനകത്തുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങളെ മുഴുവനും വിടുവിക്കുവാൻ പ്രാപ്തിയുള്ളവനാണ് യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ശ്വാസമുള്ളവർ നല്ലപോലെ കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. ഒരാത്മസാന്നിധ്യം ഇതിന്റെ നടുവിലുണ്ട്. അങ്ങനെ കഠിന തിരസ്കരണത്തിലൂടെ പോയ ഞാൻ ബൈബിള് പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവം ഉപയോഗിച്ചത് മുഴുവൻ തിരസ്കരിക്കപ്പെട്ടവരെയാണ്. വാ, പ്രൈസ് ഗോഡ്. നിങ്ങൾ ചരിത്രം മുഴുവൻ എടുത്തു നോക്ക്. ഉൽപ്പത്തി 35:17 നിങ്ങൾക്ക് ബെഞ്ചമിനെ കാണാൻ കഴിയുന്നുണ്ട്. തിരസ്കരിക്കപ്പെട്ടവനായിരുന്നു. അമ്മ പ്രസവിച്ചു മരിക്കാൻ തുടങ്ങുകയാണ്. അവനെ ബെനോനി, സൺ ഓഫ് മൈ സോറോ, എന്റെ ദുഃഖപുത്രൻ. അപ്പോൾ അപ്പൻ പറഞ്ഞു, നോ, അവൻ ബെനോനി അല്ല. അപ്പന്റെ അക്സെപ്റ്റൻസ് ആണ് ബെഞ്ചമിനെ രക്ഷിച്ചത്. അപ്പൻ പെട്ടെന്ന് പേര് മാറ്റി. പേരും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പേര് മാറ്റി, ബെഞ്ചമിൻ, സൺ ഓഫ് മൈ റൈറ്റ് ഹാൻഡ്, എന്റെ വലങ്കരത്തിന്റെ പുത്രൻ. എന്റെ പേര് മാറി. ലേയുടെ അനുഭവം നിങ്ങൾ ശ്രദ്ധിക്കുക. ഉൽപ്പത്തി 29:31 നിങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. ലേയ തിരസ്കരിക്കപ്പെട്ടവളായിരുന്നു. അവളുടെ കണ്ണിന് ശോഭ കുറഞ്ഞിരുന്നു. അവളെ യാക്കോബ് അടുപ്പിച്ചില്ല, അവളെ ഇഷ്ടപ്പെട്ടില്ല. അവളെ നോക്കിക്കഴിഞ്ഞപ്പോൾ, ദൈവം നോക്കിയപ്പോൾ തിരസ്കരിക്കപ്പെട്ടവളെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ യഹോവ അവളുടെ ഗർഭത്തെ തുറന്നു. തിരസ്കരിക്കപ്പെട്ടവരെ അംഗീകരിക്കാൻ വേണ്ടി സ്വർഗം ഇങ്ങനെ റെഡിയായിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും തിരസ്കരിക്കപ്പെട്ടവർ, നിന്റെ അമ്മ നിന്നെ തിരസ്കരിച്ചു, നിന്റെ അമ്മായിയമ്മ നിന്നെ തിരസ്കരിച്ചു, നിന്റെ ബന്ധുക്കൾ നിന്നെ തിരസ്കരിച്ചു, നിന്റെ ഓഫീസിൽ നിന്നെ തിരസ്കരിച്ചു, നോ വറീസ്. ദൈവത്തിലേക്ക് നോക്കിയാൽ അംഗീകരിക്കുവാൻ വേണ്ടി സ്വർഗം തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഞാനിനി നിന്നോട് പറയട്ടെ, നിനക്ക് യാക്കോബിന്റെ അംഗീകാരമൊന്നുമല്ല വേണ്ടത്, ദൈവത്തിന്റെ അംഗീകാരമാണ്. ദൈവത്തിന്റെ അംഗീകാരം നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ അനുഗ്രഹം 1, അനുഗ്രഹം 2, അനുഗ്രഹം 3, അനുഗ്രഹം 4. ആദ്യത്തെ 3 അനുഗ്രഹം ഉണ്ടായി കഴിഞ്ഞപ്പോഴും അവൾ പേര് കൊടുത്തത് രൂബേൻ, ശിമയോൻ, ലേവി എന്നൊക്കെയാണ്. ഇപ്പോൾ എന്റെ ഭർത്താവ് സ്നേഹിക്കുമെന്നാണ്. ഭർത്താവിന്റെ സ്നേഹത്തിന് വേണ്ടിയുള്ള ആഗ്രഹമായിരുന്നു. 4ാമത്തെ കൊച്ചുണ്ടായപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇനിയും ഭർത്താവിന്റെ സ്നേഹമൊന്നും വേണ്ട, ഞാൻ യഹൂദ എന്ന് പേര് കൊടുക്കാൻ പോവുകയാണ്, ഞാൻ ദൈവത്തെ സ്തുതിക്കുവാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ലേയ തിരസ്കരിക്കപ്പെട്ടവളായിരുന്നു. തിരസ്കരിക്കപ്പെട്ടവളാ യേശുവിന്റെ അമ്മച്ചിയായി തീർന്നത്. യേശു റാഹേലിന്റെ
കൊച്ചുമകനല്ല, ലേയുടെ കൊച്ചുമകനാണ്. റാഹേൽ അടക്കപ്പെട്ടത് ബേത്ലഹേമിൽ എഫ്രത്തിൽ വെച്ച് അവിടെയുള്ള ഒരു കരുവേലകത്തിന്റെ കീഴിലാണ് അവളെ അടക്കിയത്. എന്നാൽ ലേയാണ് സാറയോടും റിബേക്കയോടും കൂടെ ആ പിതാക്കന്മാരുടെ കല്ലറയിൽ അടക്കപ്പെട്ടത് ലേയാണ്. തിരസ്കരിക്കപ്പെട്ടവരെ അംഗീകരിക്കുന്ന കർത്താവാണ്. നീ തിരസ്കരിക്കപ്പെട്ട വ്യക്തിയാകുന്നുവെങ്കിൽ ദൈവം നിന്നെ അംഗീകരിക്കുവാൻ പോകുന്നു. മോശ തിരസ്കരിക്കപ്പെട്ടവനായിരുന്നു. മോശയെ നോക്കിയിട്ട് പറഞ്ഞു, നിന്നെയാണടാ ഞങ്ങൾക്ക് ന്യായകർത്താവും പ്രഭുവുമാക്കി വെച്ചിരിക്കുന്നത്. ആ തിരസ്കരിക്കപ്പെട്ട മോശയാണ് ദൈവം ഉപയോഗിച്ചത്. ഓ ഹല്ലേലൂയ. വിക്കുണ്ടോ, നീ തിരസ്കരിക്കപ്പെട്ടവനായിരിക്കാം, പക്ഷെ നിന്നെ ഉപയോഗിക്കാൻ കർത്താവ് വിശ്വസ്തനാണ്. നിനക്ക് കഴിവുകളൊന്നുമില്ല, വാ തുറന്നാൽ പോലും പറയാൻ ഒക്കത്തില്ല, പക്ഷേ നിന്റെ കയ്യിൽ അധികാരത്തിന്റെ ഒരു വടി വെളിപ്പെടുവാൻ പോകുകയാണ്. ആബിഷ്മനെ, നീ കൈ നീട്ടിയാലേ വല്ലതും സംഭവിക്കത്തുള്ളൂ. ഓ യെസ്, ഹല്ലേലൂയ. തിരസ്കരിക്കപ്പെട്ടവരെ കർത്താവ് ഉപയോഗിക്കുന്നു. ജബേസിനെ നോക്കുക. നിങ്ങൾ ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 4 and verse 9 and 10 ജബേസിനെ കാണുവാൻ കഴിയുന്നുണ്ട്. 1 ദിനവൃത്താന്തം 4-9-10 വാക്യങ്ങളിൽ എബേസിനെ കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ ഒരു തിരസ്കരിക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ കർത്താവ് അവന് വേണ്ടി അത്ഭുതം ചെയ്യുവാനിടയായി. വീണ്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരുമ്പോൾ ദാവീദിനെ കാണുവാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം തിരസ്കരിക്കപ്പെട്ടവനായിരുന്നു. നിങ്ങൾക്ക് അപ്പൻ വന്ന് ശമൂവേൽ വന്ന് അഭിഷേകം ഒഴിക്കുകയാണ്. അഭിഷേകതൈലം ഒഴിക്കുന്ന സന്ദർഭത്തിൽ ആദ്യത്തെ മോൻ വന്നു, രണ്ടാമത്തെ മോൻ വന്നു, മൂന്നാമത്തെ മോൻ വന്നു, ഏഴാമത്തേവനും വന്നു. അപ്പനോട് ചോദിക്കുകയാണ്, ഇനിയും നിനക്ക് മക്കളുണ്ടോ? അപ്പൻ അപ്പോഴാ ചിന്തിക്കുന്നത്, ഇനിയും എനിക്ക് മക്കളുണ്ടോ? നല്ലവണ്ണം ചിന്തിച്ചിട്ടാണ് തനിക്ക് മനസ്സിലായത്, ഉണ്ടൊരുത്തൻ. അതുപോലെ തിരസ്കരിക്കപ്പെട്ടവനായിരുന്നു. അങ്ങനെ തിരസ്കരിക്കപ്പെട്ടവനെ കർത്താവ് അഭിഷേകം ചെയ്തത്. വല്ല റിജക്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ ഭാഗ്യം. അഭിഷേകത്തിന്റെ തൈലം ഇന്ന് രാത്രി നിന്റെ മേൽ വീഴാൻ പോകുകയാ. ജെഫ്താഹ് തിരസ്കരിക്കപ്പെട്ടവനായിരുന്നു. യോസഫ് തിരസ്കരിക്കപ്പെട്ടവനായിരുന്നു. ആമേൻ. നീ തിരസ്കരിക്കപ്പെട്ട വ്യക്തിയാകുന്നുവെങ്കിൽ ദൈവം നിന്നെ അഭിഷേകം ചെയ്യുവാൻ പോകുകയാണ്. നിങ്ങൾക്കറിയാമോ, പ്രോഡിഗൽ സൺ മടങ്ങി വരൂ. ഓ ലോർഡ് ജീസസ്, ഓടിയോ ഓടിവാ. മുടിയനായ പുത്രൻ. ഇതാണ് ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നീ എത്ര മാത്രം ജീവിതത്തിൽ തകർന്നവനാകുന്നുവെങ്കിൽ പോലും മുടിയനായ പുത്രൻ അവിടുന്ന് ഓടി വരണം. മുടിയനായ പുത്രൻ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. സ്റ്റോപ്പ് ചെയ്താൽ ഞാൻ പറയാം. മുടിയനായ പുത്രൻ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവന്റെ ഒരു ബർമുട മാത്രമേ ഉള്ളൂ, തലമുടി വെട്ടിയിട്ടില്ല, പല്ല് തേച്ചിട്ടില്ല. ലോകത്തിന് അവനെ അംഗീകരിക്കുവാൻ കഴിയത്തില്ല. കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ ഭാര്യയ്ക്ക് പോലും തന്നെ അംഗീകരിക്കുവാൻ കഴിയത്തില്ല. ആ പരുവത്തിൽ മടങ്ങി വരുന്നു. സ്വന്തം ഭാര്യ നോക്കിയാൽ പോലും തന്റെ ഭർത്താവാണെന്ന് മനസ്സിലാകാത്ത നിലയിൽ ഈ മനുഷ്യൻ അതേപോലെ ഒരു കിരാതനായി തീർന്നിരിക്കുകയാണ്. ആ രീതിയിൽ ആ രൂപം മാറിപ്പോയിരിക്കുകയാണ്. എന്നാൽ പിതാവ് അവനെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞപ്പോൾ പിതാവ് എന്താ ചെയ്യുന്നത്? വീട്ടിലിരുന്നു. എടീ തങ്കമ്മേ, അവൻ വരുന്നുണ്ട്, ഞാൻ അകത്തെ മുറിയിലോട്ടൊന്ന് കയറി ഇരിക്കട്ടെ, വന്നവൻ നിലത്ത് കിടന്നൊന്ന് ഉരുളട്ടെ എന്നൊന്നും പിതാവ് പറഞ്ഞില്ല. മകൻ തിരിച്ചു വരുവാൻ തയ്യാറായപ്പോൾ പിതാവ് അങ്ങോട്ട് ഓടുവാൻ തയ്യാറാകുകയാണ്. അവർ ഇരുവരും ഓടുകയാണ്. നിന്നോടിക്കോ. അവൻ ഇരുവരും ഓടുകയാണ്. അവർ ഒരുമിച്ച് ഓടുകയാണ്. ഓടി വന്ന് ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ അംഗീകരിക്കുന്ന പിതാവിന്റെ സ്നേഹമാണ് ഇന്ന് രാത്രികാലം നിന്നെ തേടി വരുന്നത്. Oh, hallelujah. Aushmane Samethor Ramathor Saimathor Ramasela Mahar Vailathor Zimathor Ramathel Bahunara Baba Absamana Diarabadana. പ്രതികരിക്കുവാൻ കൃപയുള്ളവർ പ്രതികരിക്കുക. വാതുറന്ന് പ്രതികരിക്കുക. എം സെമന ഹല മഹറ മത്വന സ്മനി അഥന റഹ ബബ ഔഷബോ. Yes Lord, hallelujah. എവിടെയാ നീ തിരസ്കരിക്കപ്പെട്ടു പോയത്? ഏത് മേഖലയിലാണ് നീ തിരസ്കരിക്കപ്പെട്ടു പോയത്? അവിടേക്ക് കർത്താവ് ഇറങ്ങി വരികയാ സഹോദരി. ഇറങ്ങി വന്ന് നിന്റെ ഗുണമേന്മകളും നിന്റെ യോഗ്യതകളൊന്നും കർത്താവ് ചോദിക്കുന്നില്ല. കർത്താവിന് നിന്നെയാ വേണ്ടത്. നിന്റെ യോഗ്യതകളൊന്നുമല്ല കർത്താവിന് വേണ്ടത്. യോഗ്യതയെല്ലാം കർത്താവിന്റെ കയ്യിലുണ്ട്. കർത്താവ് ക്രൂശിൽ അതിനു വേണ്ടിയാ, നിന്നെ യോഗ്യയാക്കുവാൻ വേണ്ടിയാ ക്രൂശിൽ കർത്താവ് മരിച്ചത്. ആമേൻ. സഹോദര, നിന്റെ യോഗ്യതകളൊന്നും വേണ്ട, നിന്നെ യോഗ്യനാക്കുവാൻ വേണ്ടിയാ കർത്താവ് ക്രൂശിൽ മരിച്ചത്. ഒന്നടുത്തു വരുവാൻ നീ തയ്യാറാകുകയാണെങ്കിൽ അവൻ ഇതുവരെ ഇല്ലാത്തൊരു ഉയർച്ചയിലേക്ക് നിന്നെ കൈപിടിച്ച് നടത്താൻ പോകുകയാണ്. ഓ യെസ്. പ്രതികരിക്കുവാൻ കൃപയുള്ളവർ പ്രതികരിക്കുക. ആ ദുഃഖത്തിൽ തുടരേണ്ട കാര്യമില്ല സഹോദര. ആ റിജക്ഷനിൽ തുടരേണ്ട കാര്യമില്ല. എവിടെയൊക്കെ നീ റിജക്റ്റഡ് ആയിട്ടുണ്ട്
അവിടെയെല്ലാം സ്വർഗത്തിന്റെ അംഗീകാരത്തെ കർത്താവ് നിന്റെ മേൽ അയക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ സ്വീകരിക്കുവാൻ കൃപയുള്ളവർ സ്വീകരിച്ചോ. അത്തരം തുറന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സ്വീകരിച്ചോ. നാലാമത്തെ കാരണം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഞെട്ടിപ്പിച്ച ഓർമ്മകൾ. ആമീൻ. ഞെട്ടിപ്പിച്ച സംഭവങ്ങൾ, ഷോക്കിംഗ് ഇൻസിഡൻസ്. 4 പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ട് ആന്തരിക മുറിവുകൾ ഉണ്ടാകുന്നു. സ്നേഹം ലഭിക്കാതെ വരുന്നത് മുഖാന്തരമായി, അൺഫുൾഫിൽഡ് ഡിസയേഴ്സ്, പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ മുഖാന്തരമായി, റിജക്ഷൻ, തിരസ്കരണം മുഖാന്തരമായി. 4ാമത്തെ റീസൺ ഞെട്ടിപ്പിച്ച ഷോക്കിംഗ് ഇൻസിഡൻസ്, നടുക്കിയ സംഭവങ്ങൾ മുഖാന്തരമായി ആന്തരിക മുറിവുകൾ ഉണ്ടാകും. ആ നടുക്കിയ സംഭവങ്ങൾ ഓർമ്മകളായി തുടരുവാൻ സാധ്യതയുണ്ട്. ഗ്വാളിയറിലായിരുന്നു കഴിഞ്ഞപ്പോൾ സൈക്കാട്രി നഴ്സിംഗ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ, നഴ്സിംഗ് ട്യൂട്ടറായിട്ടുള്ള സഹോദരി ഡിപ്രഷനിലൂടെ കടന്നു പോവുകയാണ്. ഞങ്ങൾ ആശയവിനിമയം നടത്തിയപ്പോൾ ആ സഹോദരി പറഞ്ഞു, എൻ്റെ റീസൺ ഇതാണ്, ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുമിച്ച് സ്കൂട്ടറിൽ പോകുന്ന സന്ദർഭത്തിൽ ഒരു ബസ് വന്ന് സ്കൂട്ടറിനെ ഇടിക്കുവാനിടയായി. ഞാൻ ഇടതുവശത്തേക്ക് വീണു. ഞാൻ വീണിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ വലതുവശത്തേക്ക് വീണ എൻ്റെ ഭർത്താവിൻ്റെ മുകളിലൂടെ ബസ് കയറി ഇറങ്ങുകയാണ്. ഞാനത് കണ്ടു. ഷോക്കിംഗ് ഇൻസിഡന്റ്, ഞെട്ടിപ്പിച്ച സംഭവമാണ്. ആ ഞെട്ടലിൽ നിന്ന് അവൾക്ക് പുറത്തു വരുവാൻ കഴിയുന്നില്ല. പത്രോസ് പറഞ്ഞു, ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല, നിന്റെ കൂടെ മരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ തള്ളിപ്പറയുകയില്ല. അങ്ങനെ പറഞ്ഞവൻ 3 വട്ടം കർത്താവിനെ തള്ളിപ്പറഞ്ഞു. ഷോക്കിംഗ് ഇൻസിഡന്റ്, ഞെട്ടിപ്പിച്ച സംഭവം. ആ ഞെട്ടിപ്പിച്ച സംഭവത്തിൽ നിന്ന് കർത്താവിനെ വിടുവിക്കുവാൻ വേണ്ടിയാണ് ഈ യോഹന്നാൻ 21 വീണ്ടും ഗലീല കടലിന്റെ അരികിൽ വന്നതിന് ശേഷമായിട്ട് അവനോട് ചോദിക്കുന്നു, ബെറയോനായ ശിമോനേ, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ബെറയോനായ ശിമോനേ, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. ബെറയോനായ ശിമോനേ, യോഹന്നാന്റെ മകനായ ശിമോനേ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? 3ാം പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ ആന്തരിക മുറിവെല്ലാം ഉണങ്ങി, അത് കണ്ണുനീരായി, പെയിനെല്ലാം പുറത്തുപോയി, ഒരു വലിയ സൗഖ്യം നടക്കുവാനിടയായി. ആ തള്ളി പറഞ്ഞവനെയാണ് അപ്പോസ്തല പ്രവൃത്തി 2ാമത്തെ അധ്യായത്തിൽ കർത്താവ് എഴുന്നേൽപ്പിച്ച് നിർത്തിയത്. ആമേൻ. നിന്റെ മനസ്സ് സൗഖ്യമാക്കുകയാണ് എങ്കിൽ അടുത്ത പെന്തക്കോസ്തിൽ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. നിന്റെ ഭവനത്തിന്റെ ഉള്ളിൽ ഒരു പെന്തക്കോസ്ത് വെളിപ്പെടുവാൻ പോകുകയാണ്. നിന്റെ ബന്ധുക്കൾ പലരും വിശ്വാസത്തിലില്ലല്ലോ, അവരുടെ നടുവിൽ ഒരു പെന്തക്കോസ്ത് വെളിപ്പെടാൻ പോകുകയാണ്. അതിനാരെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ പോകുന്നത്? നിന്നെ കർത്താവ് എഴുന്നേൽപ്പിച്ച് നിർത്താൻ പോകുകയാ. വിശ്വസിച്ച് സ്വീകരിക്കുവാൻ തന്റെ ഇടമുള്ളവർ സ്വീകരിച്ചു കൊള്ളണം. നിന്റെ ഓഫീസിൽ ഒരു പെന്തക്കോസ്ത് വെളിപ്പെടാൻ പോകുകയാണ്. ഇവിടെ ഉണ്ടാകും, അതിനു മുമ്പ് ഇന്ത്യയിൽ ഉണ്ടാകും. ഇന്ത്യയിലെ ഓരോ ഓഫീസുകളിൽ പെന്തക്കോസ്ത് വെളിപ്പെടാൻ പോകുകയാണ്. നിങ്ങൾക്ക് നിയമസഭകളിൽ, പാർലമെന്റുകളിലൊക്കെ സാധ്യത വെളിപ്പെട്ടിരുന്നത് രഹസ്യമായതുകൊണ്ട് എനിക്ക് പരസ്യമായി പറയാൻ കഴിയത്തില്ല. എന്നാൽ വിശ്വസിച്ചു കൊള്ളണം, ഇന്ത്യയിൽ ഓരോ ഓഫീസുകളിലും പെന്തക്കോസ്ത് വെളിപ്പെടാൻ പോകുകയാണ്. ഓഫീസിൽ ആരാധന നടക്കാൻ പോകുക, ഓഫീസിൽ പ്രാർത്ഥിച്ച് ആരംഭിക്കാൻ പോകുകയാണ്. ആ പെന്തക്കോസ്തിൽ പത്രോസെ കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുക. അത് വൈകാതെ ഈ രാജ്യത്തും വരുമെന്നും കടന്നു വിശ്വസിക്കുവാൻ തന്റെ ഇടവും പ്രാഗൽഭ്യവുമുള്ള ആരെങ്കിലും ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ ഇപ്പോൾ വിശ്വസിച്ചു സ്വീകരിച്ചോ. ഇവിടെ ഒരു പ്രൊഫറ്റിക് ദൂതൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. സമയം മുന്നോട്ട് കടന്നു പോവുകയാണെങ്കിൽ പോലും നിങ്ങൾക്കറിയാമോ, ഒരു യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. പെന്തക്കോസ്തിൽ പരിശുദ്ധാത്മ പ്രകർച്ചയുണ്ടായി. അതിങ്ങനെ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്ത് യൂറോപ്പ്, അമേരിക്ക വഴി ചൈനയിൽ ഇപ്പോൾ തിരികെയാണ്. ചൈന വഴി ഇന്ത്യയിൽ വന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് വീണ്ടും ഇത് മടങ്ങി പെന്തക്കോസ്ത് ഉണ്ടായ യെരുശലേമിൽ ഇത് മടങ്ങിച്ചെല്ലേണ്ടത് ആവശ്യമാണ്. ഇത് ഇന്ത്യയിൽ നിന്ന് പെന്തക്കോസ്തിലേക്ക് മടങ്ങിച്ചെല്ലണമെന്നുണ്ടെങ്കിൽ, യെരുശലേമിലേക്ക് മടങ്ങിച്ചെല്ലണമെന്നുണ്ടെങ്കിൽ വയാ ദുബായ്, വയാ അറബ് നേഷൻസ്. ഇതൊരു പ്രോഫറ്റിക് വേർഡാണ്. മലയാളിയെ, നിന്നെ ദൈവം ഇവിടെ ഇട്ടിരിക്കുന്നത് നിന്റെ മക്കളെ അമേരിക്ക വിടാനൊന്നും അല്ല. വിട്ടോ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. ഇവിടെ കൂടെ തീയെ വീണ്ടും യെരുശലേമിൽ മടക്കി എത്തിക്കുക. അതിന് വിളിയുള്ള ഏതെങ്കിലും ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ നിന്റെ മേൽ അഭിഷേകത്തിന്റെ തീ. അതര തുറക്ക്. ഓ ലോർഡ് ജീസസ്, ഹല്ലേലൂയ.
ഇന്ന് രാത്രിയിൽ കർത്താവ് നിങ്ങളെ വിടുവിക്കുവാൻ പോകുകയാണ്. എത്ര വലിയ മുറിവാണെങ്കിലും വിടുതലിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. ഈ വിടുതൽ വളരെ ലളിതമാണ്. നിങ്ങൾ നോട്ടം നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്നും, നിങ്ങളുടെ മുറിവുകളിൽ നിന്നും, നിങ്ങളുടെ വേദനകളിൽ നിന്നും നേരെ യേശുവിലേക്ക് തിരിക്കുക. നിങ്ങൾ ക്രൂശിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. നിങ്ങൾ ക്രൂശിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ അതാ ക്രൂശിൽ ഒരുവൻ 3 ആണികളിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് എലോഹി എലോഹി ലമാ ശബക്താനി. നമ്മൾ അനുഭവിച്ചതെല്ലാം യേശു അനുഭവിച്ചവനാണ്. റിജക്ഷൻ യേശു അനുഭവിച്ചു. ആമേൻ. എല്ലാം അനുഭവിച്ചവനാണ്. അതുകൊണ്ടൊന്നും യേശുവിന് ആന്തരിക മുറിവുകൾ ഉണ്ടായില്ല. പക്ഷേ ഇന്ന് രാത്രിയിൽ നീ നിന്റെ ശ്രദ്ധാ കേന്ദ്രവും ക്രൂശാക്കുകയാണെങ്കിൽ സകല മുറിവുകളും സൗഖ്യമാക്കും. അവിടെ നിന്നൊഴുകുന്ന സ്നേഹം മാത്രം മതി നിന്റെ സകല മുറിവുകളെയും സൗഖ്യമാക്കുവാൻ. ആമേൻ. നല്ല ശമരിയാക്കാരന്റെ അനുഭവമുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ ശമരിയാക്കാരൻ ആ മുറിവേറ്റവൻ നമുക്ക് സമാനമാകുന്ന ഒരു വ്യക്തിയാണ്. അവൻ മുറിവേറ്റവനായി കിടക്കുകയാണ്. കള്ളന്മാർ, അത് ദുരാത്മാക്കളെ കാണിക്കുന്നു. മുറിവ് ആന്തരികമാകട്ടെ ശാരീരികമാകട്ടെ. മതം അവനെ സഹായിച്ചില്ല, പ്രമാണങ്ങൾ അവനെ സഹായിച്ചില്ല, പുരോഹിതനോ ലേവിനോ അവനെ സഹായിക്കുവാൻ കഴിഞ്ഞില്ല. നല്ല ശമരിയാക്കാരൻ അവന്റെ മുറിവുകളുടെ മേൽ എണ്ണയും വീഞ്ഞും പുരട്ടി ആ മുറിവുകളെ കെട്ടി അവനെ സത്രത്തിലാക്കിയതുപോലെ നിന്റെ സകല മുറിവുകളെയും കെട്ടി ഉണക്കി നിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ യേശു സന്നദ്ധനാകുന്നു. വെറുതെ വാതുറന്ന് പ്രതികരിക്ക. ആമേൻ. സന്തോഷമുള്ളവർ, പ്രതികരിക്കുവാൻ താല്പര്യമുള്ളവർ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രിയിൽ അത്ഭുത സൗഖ്യങ്ങൾ നടക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ബൈബിളുകൾ അടച്ചു വയ്ക്കാം, അതാദരങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. കർത്താവിന്റെ സാന്നിധ്യമുള്ള ഈ സമാപന രാത്രിയിൽ ഒരു സൗഖ്യം എന്റെ മേൽ അയക്കണമേ, എന്നെ തൊടണമേ. നല്ല സമരിയാക്കാരനാകുന്ന കർത്താവാകുന്ന യേശുവേ, അങ്ങയുടെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം എന്റെ മനസ്സിലും ശരീരത്തിലും സംഭവിക്കുവാൻ ഇടവരട്ടെ. എന്റെ സകല ആന്തരിക മുറിവുകളും സൗഖ്യമാകട്ടെ. അങ്ങനെ പറയുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. എന്നെ ഒരിക്കൽ കൂടെ സ്പർശിക്കണമേ, എന്റെ മനസ്സിനെ തൊട്ട് സൗഖ്യമാക്കണമേ എന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ആ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക, നല്ലവണ്ണം ഉയർത്തിപ്പിടിക്കുക. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചവർ ദയവായിട്ട് ഇനി അവിടെ നിൽക്കരുത്, ദയവായിട്ട് മുന്നോട്ട് ഓടി മുന്നോട്ട് വരിക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവേ, ഈ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഒരിക്കൽ കൂടെ പിതാവിന്റെയും പുത്രനാകുന്ന യേശുവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആത്മീകമായി അനുഗ്രഹിക്കപ്പെടുക, ശാരീരികമായി അനുഗ്രഹിക്കപ്പെടുക, മാനസികമായി അനുഗ്രഹിക്കപ്പെടുക. നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, നിങ്ങളുടെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ, നിങ്ങളുടെ ഇവിടെയുള്ള ജീവിതവും നിങ്ങളുടെ നാട്ടിൽ കേരളത്തിലുള്ള ബന്ധങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടവരട്ടെ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലും മരണത്തിൽ ഘോരതര വിഷപ്പല്ലു കൊല്ലും മരണത്തിൽ ഘോരതര വിഷപ്പല്ലു ഇനി തെല്ലും ഭയമില്ല മൃത്യുവിനെ നമ്മൾ വെല്ലു വിളിക്കുകയാ.